ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമേയില്ല. നിന്റെ ബെഡ്റൂമിൽ മന്നയെ പൊഴിപ്പാൻ ദൈവത്തിന് ഇന്നും കഴിയും. ഇന്നും ദൈവത്തിന് തീക്കൽ പാറയിൽ നിന്നും നദിയെ പുറപ്പെടുവിപ്പാൻ തക്കോണം കഴിയും. ഇന്നും നിങ്ങളുടെ ചെരുപ്പ് തേയാതെ, വസ്ത്രം പഴുകി പോകാതെ, ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയ അന്തരത്തെ വെളിപ്പെടുത്തി വഴി നടത്തുവാൻ തക്കോണം ദൈവത്തിന് കഴിയും. ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളില്ല. ദൈവത്തിന് പുറത്താക്കാൻ കഴിയാത്ത ഭൂതങ്ങളില്ല. നിങ്ങൾക്ക് അസാധ്യങ്ങളുണ്ടെങ്കിൽ അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്. അതേ ദൈവം സ്തോത്രം. സകലതും ദൈവത്താൽ സാധ്യം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, സകലതും ദൈവത്താൽ സാധ്യം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ കാണുന്നെങ്കിൽ അല്പം കുസൃതിയായി നമുക്ക് ഇപ്രകാരം കുസൃതിയായി നമുക്ക് പറയാൻ കഴിയും. അപ്പച്ച ഒരു രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പച്ച ഒരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. പപ്പായെ അപ്പച്ച ഒരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. നിനക്കെന്നെ തള്ളിക്കളവാൻ കഴിയത്തില്ല. നിനക്കെന്നെ തള്ളിക്കളവാൻ കഴിയത്തില്ല. നിനക്കെന്നെ തള്ളിക്കളയാൻ കഴിയത്തില്ല. ബാക്കി എല്ലാം അങ്ങേയാൽ കഴിയും. പക്ഷേ നിനക്കെന്നെ തള്ളിക്കളവാൻ കഴിയത്തില്ല. കാരണം കള്ളം പറയാത്ത കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ തള്ളിക്കളയുകയുമില്ല. ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുമില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കുമില്ല. ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയത്തുമില്ല. തള്ളിക്കളയാത്ത കർത്താവിനെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മാറുന്ന ലോകത്ത്, മറക്കുന്ന ലോകത്ത്, തകർക്കുന്ന ലോകത്ത് ഒരിക്കലും മറക്കാത്തവനായ ദൈവം. പർവ്വത മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദൈവം നിന്നെ വിട്ട് മാറുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം. ദൈവം ദൈവം മനുഷ്യന്റെ കാര്യം എനിക്കറിയത്തില്ല. ദൈവം മനുഷ്യനെ പലപ്പോഴും നമ്പാൻ കഴിയത്തില്ല. മനുഷ്യനല്ല ദൈവം. ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയൊന്നുമില്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നുമില്ല. എന്നാൽ അതേ സമയത്ത് മനസ്സിലാക്കണമേ പ്രിയ സഹോദരങ്ങളെ, തിരസ്കരണം, റിജക്ഷൻ എന്ന് പറയുന്നത് സാത്താന്റെ ഏറ്റവും ശക്തിയേറിയ, ഒരുപക്ഷെ ഏറ്റവും മൂർച്ചയേറിയ ഒരായുധമാണ് തിരസ്കരണം എന്ന് പറയുന്നത്. തിരസ്കരണം നിങ്ങളെ ഇഞ്ച് ബൈ ഇഞ്ചായി കൊന്നുകൊണ്ട് ഇരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ സ്തോത്രം ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട് എങ്കിൽ കോശമായി നാളുകളെടുത്ത് സമയമെടുത്ത് തിരസ്കരണം നിന്നെ വേദനിപ്പിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓരോ സെക്കൻഡ് ഓരോ സമയത്തും വേദനിപ്പിച്ച് നിന്നെ കൊന്നുകൊണ്ട് ഇരിക്കും. എന്നാൽ വേദന അറിയാതെ മരിച്ച ഒത്തിരി പേരെ എനിക്കറിയാം. ഹിരോഷിമ, നാഗസാക്കി പട്ടണങ്ങളിൽ ആറ്റം ബോംബ് വീണപ്പോൾ ഏകദേശം 2.5 ലക്ഷം എന്ന് ഗൂഗിൾ പറയുന്നു. അറ്റ് എ ടൈം പ്രോബബ്ലി 1.5 ലക്ഷമായിരിക്കാം, അല്ലെങ്കിൽ 2 ലക്ഷമായിരിക്കാം. ആ ആറ്റം ബോംബ് വീണപ്പോൾ തന്നെ 10,000 വേപ്പറൈസ് ചെയ്തു പോയി. സ്തോത്രം, നീരാവിയായി പോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവർ നീരാവിയായി പോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് മെഴുകു പോലെ അവർ ഉരുകിപ്പോയി. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭാഗ്യവാന്മാർ. കാരണം വേദന അറിയാതെ മരിച്ച്. ഭാഗ്യവാന്മാർ വേദന അറിയാതെ മരിച്ച്. പക്ഷെ ഇന്ന് ഈ വെബ് സ്ട്രീം കാണുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ റൂമിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, while you are crossing through a rejection, ഒരു വ്യഥയിലൂടെ, ഒരു തിരസ്കരണത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തല മുതൽ പാദം വരെയുള്ള ഓരോ കോശങ്ങളിലും വേദന വേദനിച്ച് സ്തോത്രം നിങ്ങൾ ചത്ത് ജീവിക്കുകയാണ്. എന്നാൽ സ്തോത്രം മനസ്സിലാക്കണമേ, അതൊരിക്കലും മനുഷ്യന്റെ ആയുധമല്ല. സ്തോത്രം ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സാത്താൻ അവരെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു. അവർ സാത്താന്റെ ഉപകരണങ്ങൾ ആയിത്തീരുന്നു. സ്തോത്രം, അതൊരു സ്തോത്രം പിശാചിന്റെ സ്തോത്രം അതേ ആയുധം തന്നെയാണ്. റിജക്ഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ തിരസ്കരണം എന്ന് പറയുന്നത് അനാഥത്വമാണ്. എങ്ങനെ അനാഥത്വം എന്ന് പറയാൻ തക്കുന്ന കഴിയും? പിതാവായ ദൈവവും നമ്മളും തമ്മിലുള്ളതായ ബന്ധത്തിന്റെ അനാഥത്വമാണ്. സ്തോത്രം, അതേ റിജക്ഷൻ, അതേ തിരസ്കരണം എന്ന് പറയുന്നത് അനാഥത്വമാണ്. ദൈവത്തെ ഏതെൻ തോട്ടത്തിൽ വെച്ച് ആദം സ്തോത്രം അതേ ഹൗവ ദമ്പതികൾ തിരസ്കരിച്ചപ്പോൾ പിതാവ് എന്നുള്ള പദവിയിൽ നിന്ന് ദൈവം തിരസ്കരിക്കപ്പെട്ടു. പാപം ചെയ്തതോടെ ആദാം സ്തോത്രം ഹൗവ ദമ്പതികൾ ദൈവമായ ബന്ധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അനാഥത്വത്തിൽ ആയിത്തീർന്നു. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു അതെങ്ങനെ പറയാൻ തക്കൊണ്ട് കഴിയും? അതുകൊണ്ടാണ് യേശു കർത്താവ് ആ അനാഥത്വത്തിൽ നിന്നാണ് നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താ പറഞ്ഞേ? എൻ്റെ ദൈവമേ. കേക്ക്, കഴിഞ്ഞ 33.5 വർഷം അതുവരെയും പിതാവായ ദൈവത്തെ എൻ്റെ പിതാവേ എന്നാണ് കർത്താവ് വിളിച്ചത്. എൻ്റെ പിതാവേ. 12 വയസ്സിൽ ദേവാലയത്തിൽ ഇരുന്നപ്പോഴും പറയുന്നത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? 12 വയസ്സ് മുതൽ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം, അലിഞ്ഞു ചേർന്ന്
ചേർന്നിരിക്കുന്നതായ ഒരു ലായനി എന്നതുപോലെ സ്തോത്രം പിതാവായ ദൈവത്തോട് അവൻ ചേർന്നിരുന്നു. സ്തോത്രം എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പിതാവ്, പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. സ്തോത്രം ജനം നോക്കുമ്പോൾ ഈ വചനം എന്റേതല്ല, എൻ്റെ പിതാവിൻ്റെതത്രേ. പ്രവൃത്തി നോക്കി വിസ്മയിച്ച ജനത്തിന്റെ നടുവിൽ ഈ പ്രവൃത്തി എന്റേതല്ല, എൻ്റെ പിതാവിൻ്റെതത്രേ. രഹസ്യത്തിലും പരസ്യത്തിലും വലിയ കൂട്ടത്തിലും ചെറിയ കൂട്ടത്തിലും എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്. അതിനുശേഷവും ക്രൂശിൽ വെച്ച് പിതാവെ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. ഉയർപ്പിനു ശേഷവും സ്തോത്രം ഉയരത്തിന്റെ ശക്തി പിതാവ് നിങ്ങളുടെ മേൽ അയക്കും. അതിനു മുൻപും അതിനുശേഷവും നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രാവശ്യം എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞവൻ അവിടെ മാത്രം എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുകയാണ്. യെശയ്യാ 49:14 പറയുന്നു, ശേഷം മനുഷ്യരാകുന്ന നമ്മളാണ് ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് റിജക്ഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ, ഒരു തിരസ്കരണത്തിലൂടെ പോകുമ്പോൾ അവിടെ അനാഥത്വമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് നിമിത്തം ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഞാൻ അകത്ത് വന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്താൽ നിന്റെ ജീവിതമാകുന്ന മുറിയിൽ നീ ഒറ്റയ്ക്കല്ല, സകലതിനെയും ജീവിപ്പിക്കുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യെസ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല. സ്തോത്രം. അതേ ആത്മീയ അനാഥത്വങ്ങൾ വിട്ടുപോകുന്നു. കാരണം നീ ഒറ്റയ്ക്കല്ല. ഇമ്മാനുവേൽ, യഹോവ ശമ്മ എന്നും കൂടെയിരിക്കുന്നവൻ. സ്തോത്രം. ഒരിക്കലും കൈവിടാത്ത കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല സ്തോത്രം, റിജക്ഷൻ, സ്തോത്രം, തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ മറ്റുള്ളവരെയും റിജക്ട് ചെയ്തിട്ടിരിക്കും, മറ്റുള്ളവരെയും തിരസ്കരിച്ചിട്ടിരിക്കുക. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ. അതേ സ്തോത്രം, പാമ്പിന്റെ വാക്കകത്ത് നാക്ക് കിടക്കാതെ ആ നാക്കിങ്ങനെ പുറത്തേക്ക് ചാടുന്നത് പോലെ ഏതെങ്കിലും സമയത്തിൽ പാമ്പിന്റെ സീൽക്കാര ശബ്ദം പോലെ ബന്ധങ്ങളെ ആൾക്കാർ ഉടയ്ക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അത് തിരസ്കരണം ഉള്ളത് കൊണ്ടാണ് ഇവർ മറ്റുള്ളവരെയും തിരസ്കരിക്കുന്നത്. കാരണം ഉള്ളതല്ലേ കൊടുക്കത്തുള്ളൂ. ആരുമിണ്ടതില്ല, ഉള്ളതല്ലേ കൊടുക്കത്തുള്ളൂ. എവിടെയെങ്ങാണ്ട് പാസ്റ്റർമാര് ജനത്തെ ശപിക്കുന്നു എന്ന്, എവിടെയൊക്കെ പ്രവാചകന്മാർ ജനത്തെ ശപിക്കുന്നെന്ന് ഞാൻ അവരെ നോക്കി ഇങ്ങനെ പറയും, ഇന്ന് പകൽക്കാലം എനിക്ക് ശപിക്കാനല്ല നിയോഗം, എനിക്ക് അനുഗ്രഹിക്കാനാണ് നിയോഗം. കാരണം ഉള്ളതല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ, ഉള്ളതല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം മനസ്സിലാക്കണമേ, റിജക്ഷൻ ഉള്ളവർ സ്തോത്രം മറ്റുള്ളവരെ റിജക്ട് ചെയ്തിരിക്കും. തിരസ്കരണം അനുഭവിച്ചവർ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് അവർ സ്തോത്രം മുറിവേൽപ്പിച്ചുകൊണ്ട് ഇരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവരെ അവരെ തള്ളി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അത് നിന്റെ ആത്മീയ ജീവിതത്തിന് വലിയ തടസ്സമാണ്. നിങ്ങൾ മണിക്കൂറോളം പ്രാർത്ഥിക്കുമായിരിക്കും, നിങ്ങൾ ഭയങ്കര വായിൽ ശബ്ദമിടുമായിരിക്കും, ഡസൻറ്റ് മാറ്റർ. പക്ഷേ ദൈവം നോക്കുന്നത് നിങ്ങളുടെ വായിലെ വാക്കുകൾ, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമെയുള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. മനുഷ്യനെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആത്മീയമായി ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാറ്. ഹൃദയത്തിൽ തിരസ്കരണം, അയ്യോ ഞാൻ തിരസ്കരിക്കപ്പെട്ടു, ദൈവം എന്നെ തിരസ്കരിച്ചു എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് കർത്താവ് പുറത്താണ്. സ്തോത്രം. ഞാൻ തിരസ്കരിക്കപ്പെട്ടു, എന്നെ ആർക്കും വേണ്ട, ഞാൻ മാത്രം പാവം, എനിക്ക് മാത്രം ഈ ഗതികേട് ഉണ്ടായി, ഞാൻ മാത്രം ഇങ്ങനെ കരഞ്ഞ് തകർന്ന് ഇങ്ങനെ നടക്കുന്നു തന്നെ എന്ന് തിരുവനന്തപുരം ഖമാൻ ഹല്ലേലൂയ എന്ന് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അതേ ദൈവം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് പുറത്താണ്. ഉദാഹരണമായി യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, 2 സഹോദരിമാർ, ഒരാൾ യേശുവിന്റെ പാദത്തിൽ ഇരുന്നവളാണ്, മറ്റേയാൾ സ്തോത്രം അതേ ചുറ്റും ജോലി ചെയ്ത് നടന്നവരാണ്. പക്ഷേ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ച് വ്യത്യസ്ത സ്വഭാവമെങ്കിലും അവരുടെ ചിന്താഗതി ഒരേപോലെയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിന് വന്നില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, എങ്കിലും കള്ള കർത്താവ് ഞങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിന് വന്നില്ല. അവന് രോഗം വന്നപ്പോൾ യേശു വന്നില്ല, രോഗം കൂടിയപ്പോൾ യേശു വന്നില്ല. അവൻ മരിച്ചിട്ട് പോലും നാട്ടുകാരെല്ലാവരും വന്നു, പക്ഷേ യേശു മാത്രം വന്നില്ല. യേശു വന്നു എന്ന് കേട്ടപ്പോഴാണ് അവൻ വന്നേച്ചു പോട്ടെ, അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ 2 സഹോദരിമാരും അവിടെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് ഈ ഗതികേട് ഉണ്ടാക്കിയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എല്ലാവരും എന്നെ തള്ളിയല്ലോ,
അല്ല എനിക്ക് മാത്രം ഈ ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ചിലർ മിണ്ടാതിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ കർത്താവ് എന്താ ചെയ്തത്? ബഥാന്യ ഗ്രാമത്തിന് പുറത്താണ് നിന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവ് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുറത്താണ്, നിന്റെ പരിധിക്ക് പുറത്താണ്, നിന്റെ പ്രവൃത്തിക്ക് പുറത്താണ്, നിന്റെ ജീവിതകാലം പുറമെ ഇങ്ങനെ ഇരുന്ന് തൊലയാതെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ, സോറി കർത്താവേ, അങ്ങയ്ക്കൊരു സമയമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് പകല തിരിച്ചറിഞ്ഞത് സകലതും എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജനമേക്ക് തിന്മയ്ക്കായി ചെയ്യുമ്പോൾ അതിനെ നന്മയ്ക്കാക്കി ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, വിഷണ്ണ മനസ്സിനെ ഞാൻ മാറ്റിവെക്കുന്നു, പകരം സ്തുതി എന്ന മേലാട എടുക്കുന്നു. വിഷണ്ണ മനസ്സിനെ ഞാൻ കുടഞ്ഞു കളയുന്നു, പകരം സ്തുതി എന്ന മേലാട എടുക്കുന്നു. എൻ്റെ കർത്താവിന് തെറ്റ് പറ്റുകയില്ല. എൻ്റെ കർത്താവ് താമസിച്ചു വന്നുവെങ്കിൽ വേറെ ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത, വേറെ ഒരു കുടുംബത്തിലും കണ്ടിട്ടില്ലാത്ത പുതിയൊരു മഹത്വം എൻ്റെ ജീവിതത്തിലൂടെ പുറത്തെടുക്കുവാനുണ്ട്. കമാൺ, ആരോടാ ഞാൻ സംസാരിക്കുന്നത്? വേറെ ആരും വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു ബിസിനസ്സിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു കുടുംബത്തിൽ വെളിപ്പെട്ടിട്ടില്ല, ഒരു സഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത് എന്നിലൂടെ പുറത്തു വരുവാൻ വേണ്ടിയാണ് പർപ്പസ്ലി അവൻ ലേറ്റായത്. അവൻ പർപ്പസ്ലി ലേറ്റായത് ഏതോ വലിയ മഹത്വം എന്നിലൂടെ വെളിപ്പെടുവാൻ ആണ്. അതുകൊണ്ട് സ്തോത്രം. അതെ, ഞാൻ മാത്രം ഈ ഗതി എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ പുറത്താണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് വെൽക്കം ജീസസ് പറ, വെൽക്കം ജീസസ്. സ്വാഗതം കർത്താവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ലാസകളെ എഴുന്നേൽപ്പിക്കണമേ, എൻ്റെ സ്തോത്രം ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. സ്തോത്രം, അവിശ്വാസത്തിന്റെ കല്ലുകളെ ഞാൻ മാറ്റുന്നു. കാരണം ഈ 12ാം മാസം എൻ്റെ മാസമാണ്. 12ാം മാസം ഇത് ലാമെന്റേഷന്റെ സമയമല്ല. ഇറ്റ്സ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ. ഓ ഹല്ലേലൂയ, ഇതൊരു ഉത്സവത്തിന്റെ സീസണാണ് എൻ്റെ ജീവിതത്തിൽ. ഇതൊരു ഉത്സവത്തിന്റെ മാസമാണ്, ഉത്സവത്തിന്റെ മാസമാണ് കർത്താവ്. കമാൺ, കൈയടിക്കുന്നത് നേരെ കൈയടിച്ച്. ഇതെൻ്റെ ഉത്സവത്തിൻ്റെ മാസമാണ് ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റുന്നു. ഓ വെൽക്കം ജീസസ്. സ്തോത്രം. ഇതൊരു സ്പിരിറ്റാണ്, ഇതൊരു സ്തോത്രം, ഇതൊരു ആത്മാവാണ്, ഇതൊരു ആത്മാവാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇതൊരു ദുരാത്മാവാണ്. പറഞ്ഞേ, ഇതൊരു ദുരാത്മാവാണ്. എന്നെ ശാസിച്ച് മാറ്റണം. എന്നെ തലോടല്ല, അയ്യോ ഞാൻ മാത്രം തള്ളി എന്ന് പറഞ്ഞാൽ അതിനെ തലോടല്ല. യേശുവിൻ്റെ നാമത്തിൽ വാ തുറന്നതിനെ ശാസിക്കുക. ഒരിക്കലും പല സ്പിരിറ്റ്, പല ദുരാത്മാവ് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിൽ, സൗഖ്യത്തിൻ്റെ സ്തോത്രം ആത്മാവിൽ ചലിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ സ്തോത്രം അതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് രോഗശാന്തിയുടെ വരം മാത്രമല്ല, കൂടെ വിശ്വാസത്തിന്റെ വരമുണ്ടായിരിക്കും, വീര്യപ്രവൃത്തിയുടെ വരമുണ്ടായിരിക്കും. സ്തോത്രം. ഏറ്റവും കുറഞ്ഞത് വിശ്വാസവും വീര്യപ്രവൃത്തിയുമാണ് രോഗശാന്തി വരത്തിന്റെ കൂട്ടുകാരായി, കൂട്ടുവരങ്ങളായി നിൽക്കുന്നത്. ഒരു സഹോദരനെ നോക്കി ഞാൻ പ്രവചിക്കുന്നെങ്കിൽ വേർഡ് ഓഫ് നോളജ് ആൻഡ് വേർഡ് ഓഫ് വിസ്ഡം, സ്തോത്രം അതെ, ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും കൂട്ടുകാരായി നിൽക്കും. ഒരു വരവും ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. സ്തോത്രം. ഒരു വരം ഒറ്റയ്ക്ക് നിൽക്കാതെ ചില വരങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുന്നത് പോലെ റിജക്ഷൻ, സ്തോത്രം അതെ, തിരസ്കരണം ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. തിരസ്കരണത്തിനോട് കൂടെ കോപത്തിന്റെ ആത്മാവുണ്ടായിരിക്കും, ക്രോധത്തിന്റെ ആത്മാവുണ്ടായിരിക്കും, നിരാശയുടെ ആത്മാവ് തിരസ്കരണത്തിനോട് ചേർന്നുണ്ടായിരിക്കും. സ്തോത്രം. സൂയിസൈഡൽ സ്പിരിറ്റ്, ആത്മഹത്യയുടെ ആത്മാവ് ഒടുവിലായി അതിനോട് വന്നു ചേരും. ഞാൻ തിരസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരെ തള്ളിയാലും താങ്ങുന്ന ആണിപ്പടുത്തുള്ള ഒരു കരം നിനക്കായി ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകൾ വിട്ടുപോകട്ടെ, എല്ലാ സ്തോത്രം മരണ ചിന്തകൾ മാറിപ്പോകട്ടെ, എല്ലാ നെഗറ്റിവിറ്റി മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പകൽക്കാലം അത് പറവാനാണ് ഞാൻ വന്നത്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിന്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ഈ 12ാം മാസത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഓർഡർ സ്വർഗത്തിലെ ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നിനക്കായി പുറപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഗോളി സെലക്ഷൻ ഓർഡർ, ദൈവം നിന്നെ തിരഞ്ഞെടുത്ത സെലക്ഷൻ ഓർഡർ പുറപ്പെട്ടിരിക്കുന്നു. ചുറ്റിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പറ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ബൈബിളിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും, യേശു കർത്താവിൻ്റെ ജീവിതത്തിലും സ്തോത്രമൻ തിരസ്കരിക്കപ്പെട്ടവനാണ്. എല്ലാവരും സ്വീകരിക്കപ്പെട്ടവനല്ല. പകരം കർത്താവ് യേശു ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനാണ്. എന്നാൽ യേശുവിൻ്റെ റിജക്ഷൻ പലപ്പോഴും പ്രൊജക്ഷനും അത് പ്രൊമോഷനും ആയിത്തീർന്നു. ഞാൻ വീണ്ടും പറയും, യേശുവിൻ്റെ റിജക്ഷൻ പലപ്പോഴും ഉയർച്ചയും ഉന്നമനവുമായി തീർന്നെങ്കിൽ എർത്തിലി റിളത്തിൽ, മനുഷ്യ മണ്ഡലത്തിൽ
നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ തള്ളുമ്പോൾ അത് നിനക്കും ഉയർച്ചയാകാൻ പോകുന്നു, നിനക്കും അത് ഉന്നമനമാകാൻ വേണ്ടി പോകുന്നു. ഓ കമാർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്തോ വിചാരിച്ചേ, അയ്യോ പാവം നിന്നെ തള്ളി എന്ന് പറയുന്ന? നോ, ഞാൻ നെഗറ്റീവ് പറയാനല്ല വന്നത്. ഇന്ന് പകൽ മുതൽ യേശുവിൻ്റെ നാമത്തിൽ അടുത്തൊരു ഉയർച്ച ജീവിതങ്ങളിൽ ആരംഭിക്കട്ടെ. ഇന്ന് പകൽ മുതൽ അടുത്തൊരു ഉയർച്ച, അടുത്ത ഉയർച്ച, നെക്സ്റ്റ് ലെവൽ ഇന്ന് പകൽ മുതൽ ആരംഭിക്കട്ടെ. അടുത്തൊരു ഉന്നമനം ഇന്ന് പകൽ മുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കാരണം എൻ്റെ കർത്താവ് ഇന്നലെ പ്രവർത്തിച്ച് പെൻഷൻ പറ്റിയവനല്ല. നാളെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് നാളെ മറ്റൊരു സീസണ് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് സമയം കളയുന്നവനല്ല. ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. ഇന്ന് മുതൽ നിനക്കൊരു ഉന്നമനം ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് യേശുവിൻ്റെ പല റിജക്ഷൻസും യേശുവിൻ്റെ അനുഭവിച്ച, യേശു കർത്താവ് കടന്നുപോയ പല തിരസ്കരണങ്ങളും അവൻ്റെ പ്രൊജക്ഷൻ ആയിരുന്നു, അവന് പ്രൊമോഷൻ ആയിരുന്നു. കഥ കേട്ടിരിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിപ്പാൻ വേണ്ടി പോവുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യേശു കർത്താവ് കടന്നുപോയതായി ഏറ്റവും കുറഞ്ഞത് 10 തിരസ്കരണങ്ങളാണ് ഇന്ന് പകൽ എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവാം ദൈവനോട് ആവശ്യപ്പെട്ടത്. ഞാനൊരു മാരത്തൺ പ്രീച്ചറാണ്. കത്രിമേശ നടത്താൻ മറന്നു പോകുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഓർമ്മിച്ചാട്ടെ. സ്തോത്രം, ഖമാൻ, ഹല്ലേലൂയ, സ്തോത്രം. കാരണം നിങ്ങൾ ഉറങ്ങിയിരുന്നാൽ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ടല്ലോ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. നമ്പർ 1, ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, നമ്മളെ പലരും ഉപേക്ഷിച്ചത് നമ്മളെ കണ്ടതിന് ശേഷമാണ്, നമ്മളെ പരിമാറിയതിന് ശേഷമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ റിജക്ഷൻ സ്റ്റോറി ആരംഭിക്കുന്നത്, യേശു കർത്താവിൻ്റെ തിരസ്കരണത്തിൻ്റെ അനുഭവം ആരംഭിക്കുന്നത് അവനെ കണ്ടതിന് ശേഷമല്ല. യേശുവിനെ തള്ളിയത് യേശുവിനെ കാണുന്നതിന് മുൻപേ തള്ളി. ഒരിക്കൽ കൂടെ, യേശുവിനെ കണ്ടതിന് ശേഷമല്ല യേശുവിനെ തിരസ്കരിച്ചത്. സ്തോത്രം. യേശുവിനെ കാണുന്നതിന് മുൻപേ തിരസ്കരിച്ചു. യേശു ജനിച്ചതിന് ശേഷമല്ല തിരസ്കരണമെന്ന ആക്രമണം യേശുവിന് നേരെ സാത്താൻ, സ്തോത്രം, ഇളക്കിവിട്ടത്. സാത്താൻ ഇളക്കിവിട്ടത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ളതായ ആ ക്വയറിൻ്റെ പാട്ട് കേട്ടപ്പോഴേ സാത്താൻ മനസ്സിലായി. സ്തോത്രം. സംതിങ് ഹാപ്പൻ. അതെ, ദൂതൻ ഇറങ്ങി മറിയെടുത്ത് സംസാരിച്ചപ്പോഴേ സാത്താൻ മനസ്സിലായി ഏതാണ്ട് സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. ദൂതൻ ഇറങ്ങി പറഞ്ഞു, കൃപ ലഭിച്ചപ്പോഴേ നിനക്ക് വന്ദനം. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഏതാണ്ട് നടക്കുന്നുണ്ട്, ഏതൊക്കെ ഉണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്തോത്രം, സാത്താൻ യോസെഫിലൂടെ പ്രവർത്തിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന്, യോസെഫിന്, മനസ്സിലാകൊണ്ടും മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ സമയത്ത് മറിയ ഒറ്റയ്ക്കല്ല, മറിയയ്ക്ക് അകത്ത് ആ ശിശു കിടപ്പുണ്ട്. നിന്നെ ആരെങ്കിലും തള്ളിയെങ്കിൽ മനസ്സിലാക്കണം, വിശ്വാസിയെ, ദൈവദാസനെ, നിന്നെ ആരെങ്കിലും തള്ളിയെങ്കിൽ നിന്റെ പുറമേയുള്ളതായ മുഖം കണ്ടിട്ടല്ല അവർ തള്ളിയത്. നിന്റെ അകത്തിരിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ തള്ളിയത്. ഓ ഹല്ലേലൂയ. നീ ദൈവകൃപ പ്രാപിച്ച്, നീ അഭിഷേകം പ്രാപിച്ച്, ഒരു നിയോഗം പ്രാപിച്ച് കടന്നു വരുമ്പോൾ പഴയ ബന്ധുക്കൾ പുതിയ ശത്രുക്കളാകുന്നുവെങ്കിൽ, പഴയ ഫ്രണ്ട്സ് പുതിയ എനിമീസ് ആയി തീരുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, നിന്റെ പുറമേ ഉള്ളതായ കാര്യം കണ്ടിട്ടല്ല ആ നാത്തൂനും ആ ചേച്ചിയും നിന്നെ തള്ളിയത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ രോഗ അധിപതികളോടും മാത്രമേ. അവരെ ഭൂതത്തിന് നിന്റെ അകത്തിരുന്ന കർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവർ നിന്നെ തള്ളിയത്. ഓ ഖമാൻ, ഹല്ലേലൂയ. അവരുടെ ഭൂതത്തിന് നിന്റെ അകത്തിരിക്കുന്ന കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ, സ്തോത്രം, എന്നാൽ അവരിലുള്ളവരെക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ ജനം നമുക്ക് ജയമുണ്ട്. യേശു, സ്തോത്രം, അതെ, ജനിക്കുന്നതിന് മുൻപേ മറിയയുടെ ഗർഭത്തിൽ അവൻ ശിശുവായി കിടക്കുമ്പോൾ തന്നെ, സ്തോത്രം, വേദപുസ്തകം പറയുന്നു, അവനെ തിരസ്കരിച്ചു. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അറിയത്തില്ലെന്നേ. സ്തോത്രം, അതെ, ഇന്ത്യൻ മുക്കാണോ ചൈനീസ് മുക്കാണോ അറിയത്തില്ലെന്നേ. ചുരുണ്ട മുടിയാണോ നീളം മുടിയാണോ അറിയത്തില്ലെന്നേ. ഓ, അമ്മയുടെ ഗർഭത്തിലാണെന്നേ അറിയത്തില്ലെന്നേ. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, പലരും നിങ്ങളെ തള്ളിയത് നിങ്ങളെ അറിയാഞ്ഞിട്ടാണ്. അറിയത്തില്ലെന്നേ. ഓ, പുള്ളി അറിയത്തില്ലെന്നേ, അവനെ അറിയാഞ്ഞിട്ടാണ് അവർ നിങ്ങളെ തള്ളിയത്. എന്നാൽ നിങ്ങളെ അറിയുന്നതിനേക്കാൾ കർത്താവ് നിങ്ങളെ നന്നായി അറിയുന്നു, അതുകൊണ്ടാണ് അവൻ നിങ്ങളെ തള്ളാത്തത്.
ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യർ നമ്മളെ കുറച്ചറിഞ്ഞാൽ മതി, കർത്താവ് നമ്മളെ പൂർണ്ണമായി അറിയുന്നുണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ദൈവം അറിയുന്നു. പെട്ടെന്ന് പറ, അറിയേണ്ടവൻ അറിയുന്നു, അറിയേണ്ടവൻ അറിയുന്നു. ഇനി നാട്ടുകാരെ കൂടുതൽ അറിയിപ്പിച്ചിട്ട് എന്തോ എടുക്കാനാ? അറിയേണ്ടവൻ അറിയുന്നു. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറ, ഇങ്ങനെ ഇരിക്കല്ലേ, അറിയേണ്ടവൻ അറിയുന്നു. സകല രഹസ്യങ്ങളെ അവൻ അറിയുന്നു. എന്റെ ഇരിപ്പ് അവനെ അറിയാം, നിന്റെ എഴുന്നേൽപ്പ് അവൻ അറിയാം, ദൂരത്ത് നിന്ന് അവൻ അറിയാം, ഇരുട്ട് പോലും അവന് മറവിടമായിരിക്കത്തില്ല. സകല രഹസ്യങ്ങളെ എണ്ണി എണ്ണി അറിയേണ്ടവൻ അറിയുന്നുണ്ട്, അറിയേണ്ടവൻ അറിയുന്നുണ്ട്. അവൻ എന്റെ ഇന്നലെ അറിയുന്നു, അവൻ എന്റെ ഇന്നറിയുന്നു, അവൻ നിന്റെ നാളെയും അറിയുന്നു. അറിയേണ്ടവൻ അവൻ അറിയുന്നു. ജനിക്കുന്നതിന് മുൻപേ തന്നെ അവൻ റിജക്ട് ചെയ്യപ്പെട്ടു. ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശു കർത്താവിന് സ്തോത്രം, അതെ, റിജക്ഷൻ, യേശു കർത്താവിന് തിരസ്കരണമുണ്ടായി. അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ തന്നെ നിന്റെ മാതാപിതാക്കൾ പറഞ്ഞു കാണാം, ഓ വല്ലാത്ത നേരത്തെ ഇങ്ങനെ ഒരു കുട്ടി വേണ്ടായിരുന്നു, വല്ലാത്ത നേരത്തെ ഇങ്ങനെ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു. നോട്ട് മാറിയപ്പോഴാണ്, അതേ സ്തോത്രം, ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു. പൈസ കുറയുകയാണ്, നോട്ടിൻ്റെ നിറം മാറി. ഞാൻ പറയട്ടെ, എന്തൊക്കെ ലോകത്തിൽ നിറം മാറിയാൽ ഏതെങ്കിലും സമയത്ത് ആ കുട്ടിയെ നിങ്ങൾ അബോർട്ട് ചെയ്യാൻ, ആ കുഞ്ഞിനെ നശിപ്പിപ്പാൻ, ഗർഭത്തിൽ വെച്ച് നശിപ്പിപ്പാൻ നോക്കിയെങ്കിൽ ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഗർഭത്തിൽ വെച്ച് ഏതെങ്കിലും ഫറവോന്മാർ ഇപ്പോൾ കുട്ടികൾ ജനിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ അത് പുതിയ നിയമത്തിൽ ഒരു മോശയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? പുതിയ നിയമത്തിൽ ആ കുഞ്ഞ് ഒരു മോശയായിരിക്കും. അർത്ഥം സ്തോത്രം, അതൊരു അസാധാരണമായ കുട്ടിയായിരിക്കും. ഗർഭത്തിൽ വെച്ച് പിശാച് ആ കുഞ്ഞിനെ നശിപ്പിപ്പാൻ കൈനീട്ടിയെങ്കിൽ അത് ഗ്യാരണ്ടിയാണ്. ഞാൻ പറയുന്നത് അതൊരു സാധാരണ കുട്ടി ആയിരിക്കത്തേ ഇല്ല. അതൊരു ചരിത്രം മെരയുന്ന ഒരു ശിശു ആയിരിക്കും. ചരിത്രം മെരയുന്ന ഒരു ശിശു ആയിരിക്കും. ഓ ഹല്ലേലൂയ. ഏതാണ്ട് അമ്മമാർ ഇന്ന് പകൽ ആർത്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നതിന് കാണുന്നു. യെസ്, അവർക്കറിയാം ഞാൻ എന്താ പറയുന്നത്. അവർ പറഞ്ഞു, സ്തോത്രം, അവർ പറയും, ആ കുഞ്ഞിനെ ഞാൻ ഗർഭത്തിൽ ചുമന്നപ്പോൾ, ഓ നിരന്ന സ്ഥലത്തൂടെ പോയപ്പോൾ ഞാൻ മറഞ്ഞു വീണു. ഓ ബക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. എനിക്ക് ആ പ്രശ്നം ഉണ്ടായി, എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് പറവന്ത കൊണ്ടും കഴിക്കും. സാത്താൻ മാക്സിമം തലയും കുത്തി നിന്ന് ശ്രമിച്ചതാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ. ഡോക്ടർമാർ പോലും പറഞ്ഞതാണ്, കുട്ടി നേരെ വരത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നോ, ഇത് പഞ്ചായത്ത് വകയല്ല, പാരൻസിന്റെ വകയല്ല, ഇത് എൻ്റെ വകയാണ്. ഈ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആ ഗർഭം മുതലേ ചുമന്നു വന്നതായ സകല തിരസ്കരണത്തിന്റെ ആക്രമണങ്ങൾ ഇന്ന് പകൽക്കാലം സകല തലമുറകളിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, പ്രവചന ശബ്ദമായി വിളിച്ചു പറയട്ടെ, അമ്മയുടെ ഗർഭം മുതലേ ചുമന്നു വന്നതായ സകല തിരസ്കരണത്തിന്റെ ആക്രമണങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിൽ നിന്ന് വിട്ടുപോകട്ടെ. അപ്പന് വേണ്ടായിരിക്കാം, അമ്മയ്ക്ക് വേണ്ടായിരിക്കാം. എന്നാൽ യഹൂദ ഗോത്രത്തിലെ സിംഹം പറയുന്നു, തൊട്ടുപകല് എനിക്കവളെ വേണം, എനിക്കവനെ വേണം, എനിക്കവളെ വേണം, എനിക്കവനെ വേണം. ഓ, അവൻ എന്റെ പദ്ധതിയാണ്, എന്റെ പ്രോഗ്രാമാണ്, എന്റെ നിർണയമാണ്, എന്റെ പ്ലാനാണ്. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ആ കുഞ്ഞിലൂടെ വെളിപ്പെടുന്നതായ വലിയ പദ്ധതിക്കായി, ആ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുന്ന വലിയ പദ്ധതിക്കായി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, രണ്ടാമത്തെ റിജക്ഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് കുറേ നാളുകൾ മുന്നോട്ട് പോയി, 30 വർഷങ്ങൾ ഏകദേശം മുന്നോട്ട് പോയപ്പോഴേക്കും മരുഭൂമിയിൽ നിന്ന് അവൻ പുറത്തിറങ്ങുകയാണ്. വിത്ത് ദ പവർ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് ഇതാ മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്ന് അവൻ സ്തോത്രം ദേവാലയത്തിൽ പ്രവേശിച്ചു. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 18 മുതൽ 29 വരെയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, യേശു കർത്താവ് അതെ അവരുടെ പള്ളിയിൽ പോയി പതിവ് പോലെ അവിടെ സ്തോത്രം വായിക്കേണ്ട ഒരു നേരമായി. യേശു വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, എൻ്റെ കർത്താവിന് തറയിൽ നിലത്ത് എഴുതുവാൻ അറിയാം, അവന് വായിക്കാനും അറിയാം. ഓ കമാൻ, ഹല്ലേലൂയ. അവൻ എഴുത്തും വായനയും അറിയാവുന്നുള്ള ദൈവമാണ്. ഓ കമാൻ, അവന് വിവരമില്ല, കേസല്ല. എൻ്റെ കർത്താവിന് എഴുതാനും അറിയാം, എൻ്റെ കർത്താവിന് വായിക്കാനും അറിയാം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നല്ല കർത്താവ്. പെട്ടെന്ന് പറഞ്ഞാട് അവൻ നിലത്ത് എഴുതി. അവൻ സ്തോത്രം വായനക്കാരിൽ നിന്ന് യെശയ്യാ പ്രവചനം അവൻ വായിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവചനം 3 ഭാഗമായിട്ടാണ് കാലത്ത് ചുരുളുകൾ എഴുതി സൂക്ഷിച്ചിരുന്നത്. കാരണം 1, 2 എത്ര അധ്യായമുണ്ട് യെശയ്യാ പ്രവചനം? പറ. യെശയ്യാ പ്രവചനം 88. സ്തോത്രം 100 പ്രാവശ്യം അടുത്ത ആഴ്ച
വരുമ്പോൾ 66 അധ്യായം എന്ന് എംബോസിഷൻ എഴുതി കൊണ്ടുവരണം. ഈ പറഞ്ഞ പെണ്ണ് സ്തോത്രം 100 പ്രാവശ്യം എംബോസിഷൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ സ്തോത്രം അതേ പറയാവുന്നതാണ്. 66 അധ്യായമാണ് യെശയ്യാ പ്രവചനം. 3 ഭാഗമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ 3ാമത്തെ ഭാഗം ആ പുസ്തകം സൂക്ഷിപ്പുകാരൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുൻപിൽ നിവർത്തിയപ്പോൾ യെശയ്യാ പ്രവചനം 61 അധ്യായം. The Spirit of God is upon me. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിന്? കുലുങ്ങാനോ തുള്ളാനോ വൈബ്രേഷനും ഒരു കുളിരും അനുഭവിക്കാനോ? നോ 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 നോ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. സ്തോത്രം എന്ന് തുടങ്ങി 9 കാര്യങ്ങൾ കർത്താവ് ഗംഭീരമായി വായിച്ചിട്ട് സ്തോത്രം യേശു പറഞ്ഞു, ഇന്ന് ഈ തിരുവചനത്തിന് സ്തോത്രം നിവർത്തി വന്നിരിക്കുന്നു. ഇന്ന് തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. തൊട്ട് താഴെ ഈ പ്രകാരം പറയുന്നു, സ്തോത്രം പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. പള്ളിയിലുള്ള എല്ലാവരും അവനെ ഇങ്ങനെ എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. ആരോ ഇന്ന് പകൽ കണ്ണട വെച്ചും വയ്ക്കാതെയും എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ സ്തോത്രം അതെ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ സിനഗോഗുകളിൽ പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേക കസേര ഇട്ടേക്കും. അവരുടെ ട്രഡീഷൻ ഇതാണ്, അവിടെ പാരമ്പര്യം ഇതാണ്. മെസ്സിഹ ഒരു ദിവസം വരും. മെസ്സിഹ ഒരു ദിവസം വരുമ്പോൾ ഈ കസേരയിൽ കയറിയിരിക്കും. എക്സാക്ട്ലി അന്ന് സംഭവിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളായി ഒഴിഞ്ഞു കിടന്നതായ ആ കസേര അന്ന് നിറഞ്ഞു. സ്തോത്രം. The Spirit of God is upon me. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എടോ ഞാനാണോ മെസ്സിഹ എന്ന് പറഞ്ഞ് യേശു ആ കസേരയിൽ ഇരുന്ന ആരെങ്കിലും എണീക്കണോ എന്ന് പറയുന്നെങ്കിൽ നോ, അങ്ങനെ എണീക്കാൻ പറ്റത്തില്ല. അവന് മാത്രമേ ഈ കസേരയിൽ ഇരിക്കാൻ അവകാശമുള്ളൂ. അവന് മാത്രമേ ഈ കസേരയിൽ ഇരിക്കാൻ അവകാശമുള്ളൂ. മെസ്സിഹ അനോയിന്റഡ് വൺ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടവന് കസേരയിൽ ഇരുന്നപ്പോൾ പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ സ്തോത്രം പതിഞ്ഞിരുന്നു. 200-ലധികം പേർ അവിടെ കൂടിയിരുന്നു എന്നാണ് ജോസീഫസ് പറയുന്നത്. അന്ന് നാസറേത്തിൽ 400 പേരേ ഉള്ളൂ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അന്ന് സ്തോത്രം 400 പേർ മാത്രമേ നാസറേത്തിലുള്ളൂ. ഓണങ്കേറ മൂല എന്ന് ആരോ പറയുന്നത് പോലെ, ഒരു പട്ടിക്കാട് നാരാണ്ട് തൃശ്ശൂരിന് അപ്പുറത്തുള്ളതായ ഒരു സ്ഥലത്ത് വിളിക്കുന്നത് പോലെ ഒരു നന്മയും വരാത്ത ഒരു സ്ഥലമായിരുന്നു സ്തോത്രം. അതെ, സ്തോത്രം നാസറേത്ത് ഒരു നന്മയും വരാത്ത സ്ഥലം. ഒരു നന്മയും നാസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? 400 പേരേ ഉള്ളൂ. പക്ഷേ സ്തോത്രം 200-ലധികം പേർ അവിടെ സ്തോത്രം. അവൻ കസേരയിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് അവനെ എഴുന്നേൽപ്പിച്ച് അവനെ തള്ളി കൊണ്ടുപോയി. ഇതാ സ്തോത്രം നാസറേത്തുകാര് അവനെ അവിടെ അടുത്തുള്ളതായ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്തോത്രം. ഇന്ന് നിങ്ങൾ നാസറേത്ത് വഴി യാത്ര ചെയ്യുമ്പോൾ ആ വളവെടുത്ത് ഹൈവേയിലൂടെ മുന്നോട്ട് വരുമ്പോൾ സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും വലിയൊരു മല. ആ മലയുടെ ഉള്ളിലൂടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിലൂടെയാണ് നിങ്ങൾ അപ്പുറത്തെ ടൗൺ ആകുന്ന കഫർനഹൂമിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. സ്തോത്രം. ആ തുരങ്കത്തിലേക്ക് വണ്ടി പ്രവേശിക്കുന്നതിന് മുമ്പ് വിവരമുള്ള ഗൈഡാണെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടിയിൽ ബ്രദർ സുരേഷ് ബാബു ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് ഈ പ്രകാരം പറയും, വലതുവശത്തേക്ക് നോക്ക്. വലതുവശത്തേക്ക് നോക്കുമ്പോൾ ഒരു താഴ്വര നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന് ഏകദേശം 200 മീറ്ററിലധികം താഴ്ചയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 200-ലധികം പേർ ഇവിടെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിക്കൊണ്ടുവന്ന് തലകീഴായി തള്ളിയിടുവാൻ വേണ്ടി ശ്രമിച്ചത്. നമ്പർ 2, രണ്ടാമത്തെ റിജക്ഷൻ. സ്വന്തം സ്ഥലം അവനെ തള്ളിക്കളഞ്ഞു. സ്വന്തം സ്ഥലം കർത്താവിനെ തള്ളിക്കളഞ്ഞു. സ്വന്തം സ്ഥലം കർത്താവിനെ തള്ളിയതുപോലെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ദേശങ്ങൾ നിന്നെ ഛർദ്ദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ബൈബിളിൽ ഒരു വാക്യമാണ്, ഛർദ്ദൽ നാറ്റമാണ്. ദേശത്ത് നിന്ന് നാറ്റ കേസായി നിന്നെ ഓടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നാറ്റ കേസായി ദേശാധിപതി ദേശത്തിൽ നിന്ന് നാറ്റിപ്പിച്ച് ദേശത്തിൽ നിന്ന് ഓടിപ്പാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ലോക്കൽ അന്ധകാര ശക്തിയെ നോക്കി വിളിച്ചു പറഞ്ഞാട്ടെ, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദേശത്ത് നീ ഓടിപ്പോകേണ്ടവല്ല, പകരം ദൈവം നിന്നെ ദേശത്ത് നടുകയാണ്. ദേശത്തെ ദൈവം നിങ്ങളെ നട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തലകുനിച്ച് കടം വാങ്ങി ഉള്ളതെല്ലാം വിറ്റ് പൈസയാക്കി ദേശത്തെ നിങ്ങൾ ഓടിപ്പോകുകയല്ല, പകരം യേശുവിൻ നാമത്തിൽ തല ഉയർത്തി നിങ്ങൾ ദേശക്കാരുടെ മധ്യത്തിൽ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ദേശത്തെ നിങ്ങൾ പ്രാർത്ഥിപ്പാനായി തുടങ്ങിയെങ്കിൽ, ആരാധിപ്പാനായി തുടങ്ങിയെങ്കിൽ, ദേശക്കാരുടെ മുൻപിൽ പട്ടണക്കാരുടെ നടുവിൽ ദൈവമായ കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്നെ മാനിക്കുന്നവനെ, ബാക്കി പറ, ഞാൻ മാനിക്കും എന്നാണ് ചെയ്ത ദൈവം. ദേശക്കാരുടെ മധ്യത്തിൽ ദൈവം നിന്റെ പേരിൽ മാനിക്കും. നസ്രേത്ത് അന്നവനെ തള്ളി. പക്ഷേ ഇന്ന് നസ്രേത്ത് ഒത്തിരി പ്രസിദ്ധമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയോ സ്തോത്രമതേ മുസോളിനിയുടെയോ പ്ലേറ്റയുടെയോ സോക്രട്ടീസിൻ്റെയോ മറ്റേതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെയോ ഡോക്ടറുടെയോ MLAയുടെയോ MP-യുടെയോ പേരിലല്ല നസ്രേത്ത് പ്രസിദ്ധമായത്. നസ്രേത്ത് പ്രസിദ്ധമായത് നസ്രയനായ ആരാ പറഞ്ഞേ? നസ്രയനായ
യേശുവിന്റെ നാമത്തിലാണ് നസ്രയത്ത് പ്രസിദ്ധമായത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ പറയട്ടെ, ഏത് ദേശമാണോ നിന്നെ ഛർദ്ദിച്ചു കളയുമെന്ന് പറയുന്നത്, ഏത് ദേശമാണോ നിന്നെ തകർത്ത് നിന്നെ ഓടിച്ചു കളയുമെന്ന് പറയുന്നത്, ആ ദേശം പ്രസിദ്ധമാകുന്നത് അവിടെ MP-യുടെയോ MLA-യുടെയോ പേരിൽ അല്ല. നിന്റെ അഭിഷേകം ദേശത്തിന്റെ മുഖത്തെ തകർക്കുക. നിന്റെ അഭിഷേകം ആ ഗ്രാമത്തിന്റെ മുഖത്തെ തകർക്കും. നിന്റെ അഭിഷേകം ആ പട്ടണത്തിന്റെ മുഖത്തെ തകർക്കും. ഹല്ലേലൂയ. നസ്രയത്ത് ഇന്ന് ഒത്തിരി പ്രസിദ്ധമാണ്. സ്വർഗത്തിൽ പോയി നസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാർ നസ്രയനായ യേശു എന്ന് പറയുമ്പോൾ അവ ദൂതന്മാർ പറയും, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ട് ഭൂമിയിൽ വന്നിറങ്ങി. ഭൂമിയിൽ നിന്നിട്ട് നസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ അവിടെയും ഭൂതങ്ങൾ വിറയ്ക്കും, അവിടെ ക്യാൻസറുകൾ മറിയും, അവിടെ കൊറോണ ഓടും, അവിടെ ബലഹീനതകൾ സ്തോത്രമാതി ബലമായി രൂപാന്തരപ്പെടും. നസ്രയനായ യേശു അനേക സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടുകൊണ്ട് അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറക്കുന്നു നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ. നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ സ്തോത്രമാതി മൂവ്മെന്റ് നാവുകൾ ഉല്ലസിക്കുന്നു, മുടന്തൻ മാനിനെ പോലെ ചാടുന്നു. ഇന്ന് പകലും ഈ സഭായോഗത്തിന് കമോൺ ക്രൈസ്റ്റ് സെന്റർ എന്ന സംഘടനയുടെ നാമത്തിലല്ല, ഏതോ ദൈവദാസന്റെ നാമത്തിലല്ല, ഏതോ പാട്ടുകാരന്റെ നാമത്തിലല്ല, ആ നിർബന്ധിച്ച് വിളിച്ച കുടുംബത്തിന്റെയും വ്യക്തിയുടെയും നാമത്തിലല്ല, സകല നാമത്തിന് മേലായ നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ ഉടയേണ്ടത് ഉടയട്ടെ, നീങ്ങേണ്ടത് നീങ്ങട്ടെ, സൗഖ്യമാകേണ്ടത് സൗഖ്യമാകട്ടെ. ഈ ജനം ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽ വിടുവിക്കപ്പെടട്ടെ. കമാൻ, രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. പാതാളത്തിൽ നിങ്ങൾ പോയി നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ ദുരാത്മാക്കൾ ചിതറുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. നസ്രയനായ യേശു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദേശത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളെ അറിയാവുന്ന ദേശത്ത് സകലരും ആരും നിങ്ങളെ കുനിഞ്ഞല്ല നോക്കുവാൻ വേണ്ടി പോകുന്നത്, അവിടെ മുൻപിൽ തല ഉയർത്തി നിങ്ങൾ നോക്കുവാൻ വേണ്ടി പോകുന്നു. ഓ ഹല്ലേലൂയ. ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നേരെ കേസ് കൊടുത്തവർ, അപവാദം പറഞ്ഞവർ, അതിരുമാന്തിയവർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, നിന്റെ കുഞ്ഞിന്റെ വിവാഹം സ്തോത്രം മുടക്കിയവർ, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ, ആ തിന്മ ചെയ്തവർ തുടർന്നുള്ള ദിവസങ്ങൾ തല ഉയർത്തി പറയും, ഇത്രയും തിന്മ ചെയ്തിട്ടും ഇവനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൻ ഒറ്റയ്ക്കല്ല, ഇവനോട് കൂടെ ഇവന്റെ ദൈവമുണ്ട്. ഇവൻ്റെയോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. അവർ പറയും, ജീവിക്കുന്നെങ്കിൽ അവനെ പോലെ ജീവിക്കണം, വീട് വെക്കുന്നെങ്കിൽ അവനെ പോലെ വീട് വെക്കണം, ശുശ്രൂഷിക്കുന്നെങ്കിൽ അവനെ പോലെ ശുശ്രൂഷിക്കണം, മക്കളെ വളർത്തുന്നെങ്കിൽ അവനെ പോലെ വളർത്തണം, ജോലി ചെയ്യുന്നെങ്കിൽ അവനെ പോലെ അതേ ജോലി ചെയ്യണം. യെസ്, ആ ദേശത്തിന്റെ നടുവിൽ നീ ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാകാൻ പോകുന്ന, ഒരിക്കൽ കൂടി ആ ദേശത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ആരാകാൻ പോകുന്നു? പറ, അനുഗ്രഹത്തിന്റെ അടയാളമാകാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹത്തിന്റെ അടയാളം. 3 പേര് നോക്കി പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിന്റെ അടയാളം. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ആ ദേശക്കാർക്ക് നീ ഒരു മുൻമാതൃകയാകുവാൻ വേണ്ടി പോകുന്നു. നീ വാലല്ല, പകരം ദൈവകൃപയാൽ നീ തലയാകാൻ വേണ്ടി പോകുന്നു. തള്ളിയ നസ്രയത്തുകാരുടെ നടുവിൽ കർത്താവ് അത്ഭുതകരമായി സ്തോത്രം മാനിക്കപ്പെട്ടു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബം അവനെ തള്ളി. സ്തോത്രം. കുടുംബം തള്ളി. യേശു കർത്താവിന് കുടുംബം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ ആയിരുന്നില്ല. കുടുംബം കർത്താവ് യേശുവിനെ നോക്കി, നല്ല അത്ഭുതം, നല്ല പ്രസംഗം, അയ്യോ എന്തൊരു ടീച്ചിങ്, എന്തൊരു വചന വെളിപ്പാട് എന്നൊന്നും കുടുംബം പറഞ്ഞില്ല. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചതേയില്ല. യോഹന്നാൻ സുവിശേഷം 7:5 അവൻ്റെ കുടുംബക്കാർ അവനെ തള്ളി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സ്നാനപ്പെട്ടതറിഞ്ഞ് നിങ്ങളുടെ പഴയ നാത്തൂനും പഴയ കൊച്ചപ്പൻ്റെ മോനും നിങ്ങളെ തള്ളിയോ? കുടുംബക്കാർ നിങ്ങളെ തള്ളിയോ? കുടുംബക്കാരും സ്വന്തം രക്തം നിങ്ങളെ തള്ളിയെങ്കിൽ തമ്പുരാൻ ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി പറയും, വെൽക്കം ടു ദ ക്ലബ്, വെൽക്കം ടു ദ ക്ലബ്. അവർ എന്നെയും തള്ളിയതാണ്, നിന്നെയും തള്ളിയോ? സാരമില്ലെന്നേ. സ്തോത്രം. അവർ നിന്നെ തള്ളിയോ? നോ പ്രോബ്ലം. എന്നെയും അവർ തള്ളിയതാണ്. പക്ഷേ ഇന്ന് അവർ തള്ളിയെങ്കിൽ നാളെ അവർ തിരിച്ചു കയറ്റുന്ന ഒരു സമയം കടന്നു വരുന്നു. യെസ്, നിന്റെ വീട്ടിൽ നിന്റെ ബന്ധുക്കളുടെ നടുവിൽ ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി ദൈവമായി കർത്താവ് നിന്നെ ഒരുക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയും, ബന്ധുക്കളുടെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിൽ ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, നിന്റെ സ്വന്തക്കാരുടെ നടുവിൽ, സ്തോത്രം, അതേ ഒരു ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി അവർ നിങ്ങളെ ഇതാ വിളിക്കുവാൻ വേണ്ടി പോകുന്നു. അവർ നിങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി പോകുന്നു. അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം യോഹന്നാൻ സുവിശേഷം 7:5 സ്തോത്രം, എൻ്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല. ആ സഹോദരന്മാരിൽ ഒരുവനായിരുന്നു വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടിപ്പുറത്ത് ഒറ്റ പേജിൽ സ്തോത്രം ഒരു ലേഖനം എഴുതിയ ഒരു യൂദ.
ഒരു യൂദ. അതിന് സ്തോത്രം വേറൊരു സഹോദരനായിരുന്നു. അതിൻ്റെ പേജുകൾക്ക് മുൻപ് മറ്റേ സ്തോത്രം അതെ ഒരു യാക്കോബ്. ഒരിക്കലും ചിന്തിക്കല്ലേ, ഇസഹാക്കിൻ്റെ മകൻ യോസെഫിൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പുതിയ നിയമത്തേക്ക് ഒരു ലേഖനം കൂടെ 5 അധ്യായത്തിൽ എഴുതി വെച്ചിട്ടാണ് പുള്ളി പോയെന്ന് ഒരിക്കലും പറയല്ല. സ്തോത്രം അത് പഴയ നിയമത്തിലെ യാക്കോബ് അല്ല, ഈ യാക്കോബ് വേറെയാണ്. ഈ യാക്കോബ് സ്തോത്രം കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. പിന്നെത്തിയതിൻ്റെ അവർ ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാരായി. ഓ കമാൻ, അവർ ശക്തന്മാരായി അപ്പോസ്തലന്മാരായി, അവർ ശക്തന്മാരായ പ്രാസംഗന്മാരായി. അതിൽ ഒരുവൻ യെരൂശലേം ചർച്ചിൻ്റെ അധ്യക്ഷനായി. യേശു കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സ്തോത്രം ഇന്ന് പകൽക്കാല സന്തോഷത്തോടെ എൻ്റെ വീട്, ഭൂമിയിലെ എൻ്റെ വീട് മിഷണറി വീടാ. ഭൂമിയിലെ എൻ്റെ വീട് എന്താ വീടാ? പറ സ്തോത്രം, മിഷണറി വീടാ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പുറത്തെ പ്രാർത്ഥന, അപ്പുറത്തെ TV, ഇപ്പുറത്തെ സ്തോത്രം അതെ ആരാധന, അപ്പുറത്തെ സ്തോത്രം അതെ എന്തുവാ കമ്പ്യൂട്ടർ ഗെയിംസ് നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സകല ശല്യക്കാരൻ ഇസ്മേലിയ പിശാചം ആ വീടുകളിൽ നിന്ന് പുറത്തു പോകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പുറത്ത് ഉഷ്ണവും അപ്പുറത്ത് ശീതവും അല്ല, പകരം സമുദ്രം വെള്ളം കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ ആവർത്തിക്കുന്നു, സമുദ്രം വെള്ളം കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് പോലെ, സമുദ്രം വെള്ളം കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് പോലെ ആ വീട്ടിലായിരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ കർത്താവിൻ്റെ പരിജ്ഞാനം നിറയുമാറാകട്ടെ. ആ വീട്ടിലുള്ള സകലരും രക്ഷിക്കപ്പെടട്ടെ. ആ വീട്ടിലുള്ള സകലരും സ്നാനപ്പെടട്ടെ. ആ വീട്ടിലുള്ള സകലരും ദൈവത്തിന്റെ കൃപയിലേക്ക് കടന്നു വരട്ടെ. ഡിസംബർ 31 തീരുന്നതിന് മുൻപ് ഒരു സർപ്രൈസ് ന്യൂസ്. ഓ ഹല്ലേലൂയ, നിന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്ന ഖമാൻ യേശുവിൻ്റെ നാമത്തിൽ മാത്രമല്ല ഞാൻ പറയട്ടെ, ആ സ്തോത്രം കുടുംബം യേശുവിനെ തിരസ്കരിച്ചതാണ്. പക്ഷേ ആ ഭവനത്തിലുള്ളതായ സകലരും കർത്താവിനെ സേവിച്ചു എങ്കിൽ ഇൻ ജീസസ് നെയിം നിന്നെ തിരസ്കരിച്ചതായ ആ വീട്ടിൽ നിന്ന് നീയും നിന്റെ ഭവനവും നിങ്ങൾ യേശുവിനെ സേവിപ്പാൻ വേണ്ടി പോകുന്നു. നീയും നിന്റെ ഭവനവും നിങ്ങൾ യേശുവിനെ സേവിപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ അന്യഭാഷ അവർ കളിയാക്കി, നിന്റെ സ്നാനം കള്ളമെന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയെ അവർ മുടക്കി, നിന്റെ സ്തോത്രം ആത്മീയതയെ അവർ പരിഹസിച്ചു. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ മരിച്ചുപോയ റെയ്നാർഡ് ബോങ്കെ ഉയർത്തെഴുന്നേറ്റല്ല അവിടെ കെട്ട് പൊട്ടുന്നത്. അമേരിക്കയിലിരിക്കുന്ന ബെന്നിഗിൻ വന്ന് സ്ലേൻ ഇൻ ദ സ്പിരിറ്റ് നടത്തുമ്പോഴല്ല അവന്റെ മുഖം തകരുന്നത്. പകരം ഇൻ ജീസസ് നെയിം നിന്റെ ശുശ്രൂഷയിലൂടെ നിന്റെ കുടുംബക്കാർ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. വേണമെന്നുള്ള ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ശുശ്രൂഷയിലൂടെ നിന്റെ ഭവനക്കാർ വിടുവിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറയും, എനിക്കൊരു സ്പെഷ്യൽ മിനിസ്ട്രി ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, എനിക്കൊരു സ്പെഷ്യൽ മിനിസ്ട്രി ഉണ്ട്. അത് പുത്തിരിക്കണ്ടത്തല്ല, അത് എറണാകുളത്തെ മെറൈൻ ഡ്രൈവിനല്ല, അത് സ്തോത്രം അത് വിജയവാഡയിലെ സർക്കസ് മൈതാനിലല്ല. എനിക്കൊരു സ്പെഷ്യൽ മിനിസ്ട്രി ഉണ്ട്. നിന്റെ പ്രാർത്ഥന ആരാണോ പരിഹസിച്ചത്, നിന്റെ സ്നാനത്തെ ആരാണോ കുറ്റം പറഞ്ഞത്, നിന്റെ പ്രാർത്ഥന കൂട്ടത്തിന് ആരാണോ വിരൽ ചൂണ്ടിയത്, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം അവരുടെ നടുവിൽ നിന്റെ പ്രാർത്ഥന ശക്തിയുള്ളതെന്ന്, നിന്റെ അഭിഷേകം അതേ സ്തോത്രം കൃത്യമെന്ന് ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. അവന്റെ കുടുംബക്കാർ അവനെ തള്ളിയെങ്കിലും പിന്നത്തേതിൽ ആ കുടുംബം വിടുതലിന്റെ ഭവനമായി, ശക്തന്മാരുടെ ഭവനമായി യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനം മാറുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. വീണ്ടും വേദപുസ്തകം പറയുന്നു, ഒരു ദിവസം യെരൂശലേമിലേക്ക് യേശു പോവുകയാണ്. യെരൂശലേമിലേക്ക് ശിഷ്യന്മാരുമായി കർത്താവ് ഇതാ യാത്രയിൽ ആയിരിക്കുമ്പോൾ യെരൂശലേമിലേക്ക് യേശു കർത്താവ് കടന്നു പോകുമ്പോൾ സ്തോത്രം തനിക്ക് മുൻപായി 2 ശിഷ്യന്മാരെ അയച്ചിട്ട് ആ ശമരിയക്കാരോട് പറഞ്ഞു, ഐ ഹാവ് ടു കം അക്രോസ് ദാറ്റ് സമരിറ്റൻ വില്ലേജ്. ആ ശമരിയ വില്ലേജിലൂടെ, ആ ശമരിയൻ ഗ്രാമങ്ങളിലൂടെ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ശമരിയ വില്ലേജിലൂടെ, ആ ഗ്രാമങ്ങളുടെ ഞാൻ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് സ്തോത്രം അതെ അവൻ പറഞ്ഞപ്പോൾ ആ ശമരിയക്കാരുണ്ടല്ലോ, ആ ശമരിയക്കാർ സ്തോത്രം അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. യെരൂശലേം കണക്ഷൻ നിമിത്തം അവരെ കൈക്കൊണ്ടില്ല. അവൻ യെരൂശലേമിൽ പോകാതെ നേരിട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമ്മളാള് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്തോത്രം ശമര്യക്കാരും യഹൂദന്മാർക്കും തമ്മിൽ അന്ന് യാതൊരു സംസർഗമില്ല. മനസ്സിലാകും നിങ്ങൾക്ക്?
ശമരിയക്കാർക്കും യഹൂദന്മാർക്കും തമ്മിൽ യാതൊരു സംസർഗവുമില്ല. ശമരിയക്കാർക്കും സ്തോത്രം യഹൂദന്മാർക്കും തമ്മിൽ യാതൊരു സംസർഗവുമില്ല. കാരണം അസീറിയൻ ക്യാപ്റ്റിവിറ്റി കഴിഞ്ഞ് അസീറിയൻ പ്രവാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ സങ്കരവർഗമായി തീർന്നവരാണ് ശമരിയക്കാർ. അവർ സങ്കരവർഗം. എന്നാൽ സ്തോത്രം യഹൂദന്മാർ പറയും ഇല്ല, അവർ കലർപ്പാണെങ്കിൽ, അവർ സങ്കരവർഗമാണെങ്കിൽ ഞങ്ങൾ ഒറിജിനലാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഡയറക്റ്റുള്ള സന്തതികൾ. ഞങ്ങൾ ഒറിജിനലാണ്. അവരെ കലർപ്പ. അതുകൊണ്ട് യഹൂദന്മാർ ഒരിക്കലും സ്തോത്രം ശമരിയയിലൂടെ സഞ്ചരിക്കത്തില്ല. ഒരാളിന് കൊല്ലത്തുനിന്ന് നാഗർകോവിൽ പോകണമെന്നിരിക്കട്ടെ, ഒരാളിന് കൊല്ലത്തുനിന്ന് നാഗർകോവിൽ പോകണം. തിരുവനന്തപുരം ആണ് ശമരി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം സ്തോത്രം നാഗർകോവിൽ പോകണമെന്നിരിക്കട്ടെ, അവൻ തിരുവനന്തപുരത്തൂടെ വരത്തില്ല, അവൻ തിരുവനന്തപുരത്തൂടെ വരാം. പിന്നെ ഏത് വഴിക്കാണ് പോകുന്നത്? കൊല്ലം വഴി. അവൻ നാഗർകോവിൽ പോകണമെങ്കിൽ അവൻ വിതുര വഴി അപ്പുറത്തൂടെ കറങ്ങി എന്ന് എഴുതി സ്തോത്രം വിതുര വഴി അപ്പുറത്തൂടെ നാഗർകോവിൽ പോകുന്നത് പോലെ സ്തോത്രം ഈ യഹൂദന്മാർ ഒരിക്കലും ശമരിയയിലൂടെയുള്ള ഷോർട്ട് കട്ട് എടുക്കത്തില്ല. അവന്മാർ കറങ്ങി പോകത്തുള്ളൂ. അതുകൊണ്ട് ശമരിയക്കാർ ഇപ്രകാരം പറഞ്ഞു, ആ ചായന്മാര്, ആ യഹൂദന്മാര് ഞങ്ങളുടെ അടുത്തേക്ക് സ്തോത്രം വരാത്തത് കൊണ്ട് നിങ്ങളും ഞങ്ങളും നിങ്ങളുടെ കല്യാണം ഞങ്ങളുടെ വിവാഹം, നിങ്ങളുടെ കൊഞ്ചുകറി ഞങ്ങളുടെ ചെമ്മീൻ കറി, സ്തോത്രം എന്ന് പറഞ്ഞ് നിങ്ങളും ഞങ്ങളും എന്ന് പറഞ്ഞ് അവരിങ്ങനെ സ്തോത്രം മാറി നിൽക്കുന്നത് കൊണ്ട് കർത്താവ് യെരൂശലേമിലേക്ക് പോകുന്നു. നീ എങ്ങോട്ടാ പോകുന്നേ? യെരൂശലേമിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എനിക്കൊരു ട്രാൻസിറ്റായി അല്പമണിക്കൂർ സ്തോത്രം എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നോ സ്തോത്രം, ഞങ്ങൾ അങ്ങോട്ടാണ് നിൻ്റെ യാത്രയെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് നേരിട്ടാണെങ്കിൽ വന്നാൽ മതി. പക്ഷെ കള്ളം പറയാത്ത കർത്താവ്, കള്ളം പറയാത്ത കർത്താവ്, സത്യം പറയുന്ന കർത്താവ് പറഞ്ഞു, ആക്ച്വലി എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് പോകണ്ടേ. കമാൻ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? കള്ളം പറയാത്ത കർത്താവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ എനിക്ക് യെരൂശലേമിലേക്കാണ് പോകേണ്ടത്. കാരണം ഞാൻ ഉയർത്തപ്പെടാൻ സമയമായിരിക്കും, എനിക്ക് സമയം കളയാനില്ല. ഞാൻ പിതാവിൻ്റെ സ്തോത്രം പദ്ധതി അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുവഴി വന്ന് കയറി പോകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, സ്തോത്രം നോ 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 സ്തോത്രം, ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ ശമരിയക്കാർ അവനെ റിജക്റ്റ് ചെയ്ത്. നിങ്ങളെങ്ങനെ ഇരുന്നാൽ മതി, ഫാനൊക്കെ ഉണ്ടല്ലോ, അധികം ചൂടൊന്നുമില്ല. എനിക്ക് മാത്രമേ ഇന്ന് 2 ലൈറ്റ് കൂടുതലുണ്ട്, നന്നായി വേർക്കുന്നു, എനിക്ക് മാത്രമേ ചൂടുള്ളൂ, നിങ്ങളിരുന്ന് കേട്ടാൽ മതി. അവർ ഞങ്ങളെ കൂട്ടരല്ല എന്ന് പറഞ്ഞ് സ്തോത്രം പലരും അംഗീകരിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ നമ്മളെ ആളല്ല, ഓർഡിനേഷൻ കൊടുക്കണ്ട. അവൻ നമ്മുടെ ആളല്ല, അവനെ പാടാൻ വിളിക്കണ്ട. എന്ത് ചെയ്യും ലോഡ്സൺ? എന്ത് ചെയ്യും? അവൻ നമ്മുടെ ആളല്ല, അതുകൊണ്ട് നമ്മുടെ കൺവെൻഷൻ വിളിക്കണ്ട. അവൻ നമ്മുടെ ആളല്ല. മന്ദബുദ്ധി, ഞാൻ പറയട്ടെ, സ്തോത്രം, കർത്താവിൻ്റെ ജനം എല്ലാവരും ഒറ്റ ആളാണ്. കർത്താവിൻ്റെ ജനം എല്ലാം ഒറ്റ ആളാണ്. കർത്താവിൻ്റെ ജനം ഒറ്റ ആളാണ്. ഒരു വിശ്വാസം, സ്തോത്രം, ഒരു ആത്മാവ്, ഓ ഹല്ലേലൂയ, ഒരു സ്നാനം, സ്തോത്രം. പല ജാതിയല്ല, ഒരു ജാതിയാ. കാരണം വേദപുസ്തകം പറയുന്നു, 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മളോ ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, നമ്മൾ ഒന്നാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നമ്മൾ ഒന്നാണ്. ആരെങ്കിലും കൈ തന്നില്ലെങ്കിൽ അവരുടെ തലയ്ക്ക് പിടിച്ച് ആ ഭൂതത്തെ അറബിക്കടലിലേക്ക് തള്ളിയിട്ട് പറ, നമ്മൾ പലരല്ല, നമ്മൾ ഒന്നാണ്. നമ്മൾ ഒരാള്. ഞാൻ പറയട്ടെ, സ്വർഗം സഹാറ മരുഭൂമി വരെ തുറന്നു കിടന്നാലും അതിൻ്റെ 7 അയലത്ത് നിനക്ക് എത്തുവാൻ തക്കണം കഴിയത്തില്ല. മാനസാന്തരപ്പെട്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ട സ്തോത്രം, മാനസാന്തരപ്പെട്ടെങ്കിൽ ഈ ജഡീക സ്വഭാവം, ഫ്ലഷ്, ഈ ജഡം, സ്തോത്രം നിന്റെ അകത്തുണ്ടാകത്തില്ല. കാരണം എൻ്റെ പുസ്തകം വചനത്തിലൂടെ ഞാൻ തെളിയിക്കട്ടെ. എൻ്റെ പുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, 2 തരത്തിലുള്ള ആടുകളാണ് സാക്രിഫൈസിന് വേണ്ടി, യാഗത്തിന് വേണ്ടി ദൈവത്തിന് ആലയത്തിൽ കൊണ്ടുവരുന്നത്. 2 തരത്തിലുള്ള യാഗം. ഒന്ന് ചെമ്മരിയാട്, മറ്റൊന്ന് കോലാട്. ചെമ്മരിയാട്, മറ്റൊന്ന് കോലാട്. എന്നാൽ ചെമ്മരിയാടിനെ കൊന്ന്, അതുപോലെ കോലാടിനെ കൊന്ന് അതിൻ്റെ തോലിനെ മാറ്റിക്കളഞ്ഞാൽ, അതിൻ്റെ തോലിനെ ഉരിച്ചു മാറ്റിയാൽ, സ്തോത്രം, അതിൻ്റെ തോല് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ നിറമേ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. രക്തത്തിൻ്റെ നിലം മാത്രമേ കാണുവാൻ കഴിയത്തുള്ളൂ. അർത്ഥം, നിന്റെ സ്തോത്രം മാനസാന്തരപ്പെട്ട് നിന്റെ ജഡം നിന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, യേശുവിൻ്റെ രക്തം വീണ് കഴിഞ്ഞാൽ, ഏതവനെയും നോക്കി നിനക്ക് പറവാൻ തക്കൊണ്ട് കഴിയും, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ സഹോദരിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ജാതികൾ, സ്തോത്രം, റിജക്റ്റ് ചെയ്യപ്പെട്ടവൻ നമ്മളെ മറ്റവനെ കയറ്റത്തില്ല, യവനെ കയറ്റത്തില്ല എന്ന് പറയും. പക്ഷേ ദൈവകൃപയാൽ ഞാൻ താഴ്മയോടെ പറയട്ടെ, മുഖങ്ങളെ തകർക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിനായി സ്തോത്രം.
ഇന്നും ദൈവകൃപയിൽ ഏറ്റവും കൂടുതൽ എന്നെ കരുതുകയും സ്നേഹിക്കുകയും നടത്തുകയും സ്തോത്രം തുണി മേടിച്ച് തരികയും ആഹാരം തരികയും ജീവിക്കാനുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് തിരുവനന്തപുരംകാരല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ ആത്മീയത എന്ന് പറയുന്നത് ജഡീയത്തെക്കാൾ ജാതിയത്തെക്കാൾ ഉന്നതമാണ്. എത്ര പേർ ആമേൻ പറയുന്നു? ആമേൻ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിരുവനന്തപുരംകാരും, എല്ലാ കോട്ടയംകാരും, എല്ലാ തിരുവല്ലക്കാരും, എല്ലാ സ്തോത്രം കളിയിക്കളക്കാരും ഇന്ന് പകൽക്കാലം നിന്റെ അകത്തുള്ളതായ ജാതി വ്യത്യാസം യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ആ ജാതി വ്യത്യാസം എത്രത്തോളം നിന്റെ അകത്ത് കിടക്കുന്നു അത്രത്തോളം വേലിക്കെട്ടിനകത്താണ് നീ ആയിരിക്കുന്നത്. എന്നാൽ കർത്താവ് സ്തോത്രം, കർത്താവിന് പല സഭയില്ല, കർത്താവിന് ഒരു സഭയാണുള്ളത്. കർത്താവിന് വലിയവന്റെ സഭ, ചെറിയവന്റെ സഭ, പാവപ്പെട്ടവന്റെ സഭ, പണക്കാരന്റെ സഭ, പറയന്റെ സഭ, വേടന്റെ സഭ, നാടാന്റെ സഭ, സ്തോത്രം അച്ചായന്റെ സഭ, ബ്രാഹ്മണന്റെ സഭ, പല സഭയില്ല. കർത്താവിന് ഒരൊറ്റ സഭയുള്ളൂ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട. കമാൻ, എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ദൈവത്തിന്റെ സഭ തെളിയിക്ക്. ഇൻ ജീസസ് നെയിം സകല റിജക്ഷനും പുറത്തു പോകട്ടെ, എല്ലാ തിരസ്കരണവും പുറത്തു പോകട്ടെ. ഏതൊരു കുഞ്ഞിനാണോ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നത്, ആരുടെ മേലാണോ ദൈവത്തിന്റെ അഭിഷേകം സ്തോത്രം ഇറങ്ങി നിൽക്കുന്നത്, ആരെയാണോ ദൈവം ഉപയോഗിക്കുന്നത്, വിളിച്ചു പറ, എൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ അവനെ സ്തോത്രം, ഞാൻ അവനെ അംഗീകരിക്കും. എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അവനെ അംഗീകരിക്കും. എനിക്ക് ദൂത് കേൾക്കുവാൻ ഞാൻ അവനെ അംഗീകരിക്കും. അവൻ്റെ ജാതിയല്ല ഞാൻ നോക്കുന്നത്, അവന് ദൈവം അംഗീകരിച്ചോ, ദൈവം അംഗീകരിച്ചവനെ ഞാനും അംഗീകരിക്കും. കമാൻ, കേട്ടിട്ടില്ല? ഒരിക്കൽ കൂടെ, ദൈവം അംഗീകരിച്ചവനെ പറ മക്കളെ, പറ. ദൈവം അംഗീകരിച്ചവനെ നമ്മളും അംഗീകരിക്കുക. 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ദൈവം അംഗീകരിച്ചവനെ നമ്മളും അംഗീകരിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം അംഗീകരിച്ചവനെ നമ്മളും അംഗീകരിക്കണം. ദൈവം തള്ളിയവനല്ല, ദൈവം അംഗീകരിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ ജാതി ചോദിക്കത്തില്ല, കുലം ചോദിക്കത്തില്ല. ദൈവം അംഗീകരിച്ചോ, പരിശുദ്ധാത്മാ നിങ്ങൾ ഉപയോഗിക്കുന്നു. വാ, നമ്മൾ കാക്കയല്ല, നമ്മൾ കഴുകനാണ്. നമുക്ക് ചേർന്ന് പറക്കാം. വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ഇത് VSDPയുടെയും KNMSന്റെ കാലമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമത്രേ. Come on people, in Jesus name, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമത്രേ. വാ, നമുക്ക് ഒരുമിച്ച് പറക്കാം. നമുക്ക് ഒരു കൂട്ട ഓട്ടത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 2 കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. വേദപുസ്തകം പറയുന്നു, 5ാമത്തെ റിജക്ഷൻ യേശുവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്, ജനക്കൂട്ടം യേശുവിനെ തള്ളി. അന്ന് അതിനുശേഷം ജനക്കൂട്ടം യേശുവിനോട് കൂടെ നടന്നതേയില്ല. ജനക്കൂട്ടം യേശുവിനെ തള്ളി. സ്തോത്രം. അതേ, ജനക്കൂട്ടം കർത്താവിനെ തള്ളി. ജനം കൂടുന്നത് കൊണ്ട് യേശു ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? നോ, അങ്ങനെയൊന്നുമല്ല. ജനം കൂടുന്നത് യേശു ഉള്ളത് കൊണ്ടാണ് ജനം കൂടുന്നതെന്ന് ഒരിക്കലും ബൈബിൾ പറയുന്നതേയില്ല. ഓഫ്കോഴ്സ് യേശു ഉള്ളിടത്ത് ജനം കൂടും. ഞാനും ജനക്കൂട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാനും ജനക്കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും ജനക്കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഞാനും ജനക്കൂട്ടത്തെ സ്തോത്രം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് സ്തോത്രം, ജനമുള്ളിടത്ത് എല്ലായിടത്തും യേശു ഉണ്ടെന്ന് പറയാൻ ഞാൻ അത്ര മണ്ടൻ അല്ല. സ്തോത്രം, ജനത്തെ കൂട്ടാനല്ല കർത്താവ് സ്തോത്രം അതേ നമ്മെ വിളിച്ചത്, പകരം ദൈവ സാന്നിധ്യത്തെ ചുമക്കാനാണ്. അനേക ദൈവദാസന്മാർക്ക് പറ്റുന്നത്, അവർ ജനക്കൂട്ടത്തിൻ്റെ നീളവും വീതിയുമാണ് അവർ അളക്കുന്നത്. ഒരിക്കൽ കൂടെ, ജനക്കൂട്ടത്തിൻ്റെ നീളവും വീതിയുമാണ് അവർ അളക്കുന്നത്. എന്നാൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ ജനക്കൂട്ടത്തിൻ്റെ നീളവും വീതിയുമല്ല നീ അളക്കേണ്ടത്, ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഉയരവും കൃപയുടെ ആഴവുമാണ് നീ കാണേണ്ടത്. വീതിയും നീളവുമല്ല നീ അളക്കേണ്ടത്, പകരം ഉയരവും ആഴവുമാണ്. ഇന്ന് പകരം ഇറങ്ങി നിൽക്കുന്ന അഗ്നി മേഘത്തൂണുകളായി ഈ സർവീസിന് ഇറങ്ങി നിൽക്കുന്നതായ ദൈവകൃപയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, കമാൻ, ദൈവകൃപയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ജനം പലവിധമാണ്. കർത്താവ് ജനത്തെ കുറിച്ച് പറഞ്ഞു, ചിലത് പാറപ്പുറം പോലെയാണ്, ചിലത് മുള്ളിനിടയിൽ എന്നതുപോലെയാണ്, ചിലത് വഴിയരികിൽ എന്നതുപോലെയാണ്. സ്തോത്രം. അതെ, വളരെ കുറച്ചു പേർ മാത്രമേ നല്ല നിലം ആയിട്ടുള്ളൂ. സ്തോത്രം. ജനം പലവിധമാണ്. ജനം അപ്പം തിന്നു, ജനം ഹോശന പാടി, ജനം അത്ഭുതം കണ്ടു, അവർ വീട്ടിൽ പോയി. ഇന്നും ജനക്കൂട്ടത്തിന് ആവശ്യം അത്ഭുതം കാണണം. അത്ഭുതം കാണണം, ഹോശന പാടണം, അതേ, അനുഗ്രഹം കിട്ടണം. അതിൻ്റെ പേരാണ് ജനക്കൂട്ടം. ജനം സ്തോത്രം അപ്പം തിന്നുന്നു, അത്ഭുതം കാണുന്നു, ഹോശന പാടുന്നു, വീട്ടിൽ പോകുന്നു. ഒരിക്കൽ കൂടെ, അപ്പം തിന്നുന്നു, അത്ഭുതം കാണുന്നു, ഹോശന പാടുന്നു, വീട്ടിൽ പോകുന്നു. സ്തോത്രം. ഒരു വ്യത്യാസമില്ല. അവർ അത്ഭുതം തിന്നുന്നു, അത്ഭുതം കാണുന്നു, ഒരു വ്യത്യാസവുമില്ല. അവരുടെ ലൈഫിന് ഒരു വ്യത്യാസവുമില്ല. അവർ ഹോശന പാടുന്നു, അവരുടെ ലൈഫ് മാറുന്നതേയില്ല. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ വചനം യഥാർത്ഥമായുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നീ ജീവിക്കുന്നുവെങ്കിൽ, ഇൻ ജീസസ് നെയിം നിന്റെ ജീവിതത്തിന് വ്യത്യാസമുണ്ട്.
സ്തോത്രം, അത്ഭുതം കാണുന്നുണ്ട്. പക്ഷെ ലൈഫ് മാറുന്നെങ്കിൽ സംതിങ് റോങ്. ക്രിസ്തുവിനെ അല്ല നിങ്ങൾ പിൻഗമിക്കുന്നത്, ക്രിസ്തു അല്ല. സ്തോത്രം. കാരണം കർത്താവ് എവിടെയാണോ ഉള്ളത്, കർത്താവ് എവിടെയുണ്ടോ അവിടെ ജീവിതം മാറും. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞേ, യേശു ജീവിതങ്ങളെ മാറ്റുന്നു. പെട്ടെന്ന് പറഞ്ഞേ, യേശു ജീവിതങ്ങളെ മാറ്റുന്നു. യേശു ഉള്ളിടത്ത്, യേശുവുള്ള സഭയിൽ വ്യക്തിത്വങ്ങൾ മാറുന്നു, ജീവിതങ്ങൾ മാറുന്നു. ആഫ്രിക്കയിലൂടെ ഒരിക്കലും ഒരു യൂറോപ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിലൂടെ ഒരു യൂറോപ്യൻ നടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ സ്തോത്രം ഒരു വാതിക്കൽ ഒരു അപ്പച്ചൻ ഇങ്ങനെ ഇരുന്ന്, ഒരു ആഫ്രിക്കൻ അപ്പച്ചൻ ഇരുന്ന് ഒരു പുതിയ നിയമം ഉച്ചത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. പുതിയ നിയമം ഉച്ചത്തിൽ വായിക്കുന്നു. നടന്നു പോയതായ യൂറോപ്യൻ അത് കേട്ടു. യൂറോപ്യൻ അത് കേട്ടിട്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു, പരിഹസിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, ഹേ, ഈ പഴഞ്ചൻ പുസ്തകം ഉണ്ടല്ലോ നിന്റെ കയ്യിലിരിക്കുന്ന ഈ പഴഞ്ചൻ ബൈബിള്, ഞങ്ങളുടെ നാട്ടിൽ ആരും ഇപ്പം കൈ തൊടാറില്ല, ആരും അത് വായിക്കാറില്ല. സ്തോത്രം, ആരും വായിക്കാറില്ല എന്ന് പറഞ്ഞു യൂറോപ്യൻ ആ ആഫ്രിക്കൻ അപ്പച്ചനെ ഭയങ്കരമായിട്ട് പരിഹസിക്കാൻ തുടങ്ങി. ഉടനെ ആഫ്രിക്കൻ അപ്പച്ചൻ പറഞ്ഞു, ഓഹോ, നീ പരിഹസിക്കുന്നോ? വാ, ഈ പുസ്തകം എന്താ എനിക്ക് വേണ്ടി ചെയ്തത്, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അവനെ സ്തോത്രം കൂട്ടിക്കൊണ്ട് വീട്ടിനകത്തേക്കല്ല, വീടിന് ഉയരത്തിലേക്ക്, മച്ചിലേക്ക് കടന്നുപോയി. അവിടെ ഇത് വലിയ ഉയരത്തിലുള്ള കുറേ കലങ്ങൾ ഇരിക്കുന്നത് കണ്ട്, കുറേ കലങ്ങൾ. എന്നിട്ട് ആ കലങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ കലങ്ങൾ സൂപ്പ് ഉണ്ടാക്കുന്ന കലങ്ങളായിരുന്നു. സൂപ്പ് ഉണ്ടാക്കുന്ന കലങ്ങൾ, മട്ടൺ സൂപ്പും ചിക്കൻ സൂപ്പുമല്ല, മനുഷ്യ സൂപ്പ് ഉണ്ടാക്കുന്ന കലങ്ങളായിരുന്നു ഇത്. പണ്ട് സ്തോത്രം ഒരു 35-40 വർഷം മുമ്പ് നീ ഈ ഗ്രാമത്തിൽ വന്നിരുന്നു എങ്കിൽ സ്തോത്രം, അതെ, നിന്നെ ഞങ്ങൾ ഇതിനകം തന്നെ ഒളിച്ചിരുന്ന് വിഷ അമ്പ് അയച്ച് നിന്നെ കൊന്നു കളഞ്ഞിട്ട് നിന്നെ വെട്ടി നുറുക്കി ആയിരക്കണക്കിന് ചെറിയ 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 കഷ്ണങ്ങളാക്കി ഈ കലത്തിലിട്ട് സൂപ്പാക്കി ഞങ്ങൾ ഇതിനകം വെച്ച് നിന്നെ കൊന്ന് തിന്നുമായിരുന്നു. ഞങ്ങൾ കാനിബോൾസ് ആയിരുന്നു, ഞങ്ങൾ മാൻ ഈറ്റേഴ്സ് ആയിരുന്നു. നേരത്തെ നീ കുറ്റം പറഞ്ഞ ആ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി. ആ പുസ്തകം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി. അർത്ഥം സുവിശേഷം നരഭോജികളെ നരസ്നേഹികളാക്കുന്നതാണ് സുവിശേഷം. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ഇത് സുവിശേഷമാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നിനക്ക് വേണ്ടി ഇത് സുവിശേഷമാണ്. പറഞ്ഞേ, നിനക്ക് വേണ്ടി ഇത് സുവിശേഷമാണ്. ഗാസ്പൽ, സുവിശേഷം. ഗാസ്പൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്, അല്ല പ്രോസ്പെരിറ്റി അല്ല നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ്, യേശുവാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. ഓ, വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സുവിശേഷം എന്നെ രൂപാന്തരപ്പെടുത്തി, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി എന്ന് പറയുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് നന്ദിയോടെ 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 ദൈവത്തെ സ്തുതിച്ചാട്ടെ. സുവിശേഷമുള്ളിടത്ത് ശാപങ്ങൾ തകരുന്നു, സുവിശേഷമുള്ളിടത്ത് പാപങ്ങൾ മാറുന്നു, സുവിശേഷമുള്ളിടത്ത് നരഭോജികൾ നരസ്നേഹികൾ ആയിത്തീരുന്നു. എന്നാൽ സ്തോത്രം, യഥാർത്ഥ സുവിശേഷം കർത്താവിത പറഞ്ഞു തുടങ്ങിയപ്പോൾ സ്തോത്രം, അതേ ജനം യേശു കർത്താവിനെ ഉപേക്ഷിച്ചു. ജനം യേശു കർത്താവിനെ ഉപേക്ഷിച്ചു. നോ പ്രോബ്ലം ദൈവത്തിന്റെ മക്കളെ. സ്തോത്രം, യേശുവില്ലാത്ത ജനം തെറ്റാണ്, യേശു ഇല്ലാത്ത ഭൂരിപക്ഷം തെറ്റാണ്, യേശുവല്ല ന്യൂനപക്ഷം ശരിയുമാണ്. ഒരിക്കൽ കൂടെ, യേശു ഇല്ലാത്ത ഭൂരിപക്ഷം തെറ്റാണ്, യേശുവുള്ള ന്യൂനപക്ഷം ശരിയാണ്. നിങ്ങൾ ശരിയാകണമെങ്കിൽ, നിങ്ങൾ ജയിക്കണമെങ്കിൽ ഭൂരിപക്ഷത്തിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്. യേശു എവിടെ ഉണ്ടോ യേശുവുള്ള പക്ഷത്തിൽ നിങ്ങൾ നിന്നാട്ടെ. യേശുവുള്ള പക്ഷത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ ഏത് തിരമാലയും നിങ്ങൾ ജയിക്കുക. യേശുവിനോട് കൂടെ നിങ്ങൾ ചേർന്ന് നിന്നാൽ ഏത് തീച്ചുളയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. യേശുവുള്ള പക്ഷത്തിൽ നിങ്ങൾ നിന്നാൽ ഏത് സിംഹക്കുടിയെയും നിങ്ങൾ പരാജയപ്പെടുത്തും. യേശുവുള്ള പക്ഷത്തിൽ യേശുവിനോട് ചേർന്ന് നിന്നാൽ ഏത് കപ്പൽ ഛേദത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ പുറത്തു വരും. കമാൻ, നിങ്ങൾക്ക് വേണ്ടി ഇത് സമൂഹത്തിന്റെ അഭിപ്രായമല്ല. യേശു ഏത് സ്ഥാനത്ത് നിൽക്ക്, യേശു എവിടെ നിൽക്കുന്നു അവിടെ ദൈവത്തിന്റെ കൃപയാൽ ചേർന്ന് നിന്നാട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കും. വീണ്ടും വേദപുസ്തകം പറയുന്നു, കർത്താവിനെ ഗദരദേശക്കാർ യേശുവിനെ തിരസ്കരിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം നമ്മൾ പറയുന്നത് യേശുവിൻ്റെ തിരസ്കരണങ്ങളാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ യേശു കർത്താവ് ഗദരദേശത്തേക്ക് കടന്നുപോയി. വിടുതലിന്റെ ശുശ്രൂഷ. ശബ്ദം ഉയർത്തി പറയാം, എന്തോ ശുശ്രൂഷ? ഒരിക്കൽ കൂടെ പറഞ്ഞ്, മൂന്നാമതൊരിക്കൽ കൂടെ പറഞ്ഞ്, പുതിയ നിയമ ശുശ്രൂഷ. എന്താ ശുശ്രൂഷ? വിടുതലിന്റെ ശുശ്രൂഷ. ഒരിക്കൽ കൂടെ, പുതിയ നിയമ ശുശ്രൂഷ. വലത് കരങ്ങൾ ഉയർത്തി പറ, പുതിയ നിയമ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ. പറഞ്ഞാട്ടെ, പുതിയ നിയമ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ. ഒരിക്കൽ കൂടെ, പുതിയ നിയമ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ. വളരെ ആധികാരമായി ഞാൻ പറയട്ടെ, നിങ്ങൾ സാക്ഷി പറയുമ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെടും.
നിങ്ങൾ പാടുമ്പോൾ ലോർഡ്സൻ എന്ത് ചെയ്യും? നിങ്ങൾ പാടുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ജനം വിടുവിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പാടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ പാടുമ്പോൾ ക്യാൻസറിന്റെ മുഴകൾ അപ്രത്യക്ഷമാകും. നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടും. ഓ ഹല്ലേലൂയ. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെടും ഇൻ ജീസസ് നെയിം. കാരണം പുതിയ നിയമ ശുശ്രൂഷ അത് വിടുതലിന്റെ ശുശ്രൂഷയാണ്. അത് ജയിലുകളെ പൊളിക്കുന്നതാണ്, അത് നുഖങ്ങളെ തകർക്കുന്നതാണ്, അത് ചങ്ങലകളെ ഉടയ്ക്കുന്നതാണ്. യേശുവിന്റെ ശുശ്രൂഷ അത് വിടുതലിന്റെ ശുശ്രൂഷയായിരുന്നു. കാറ്റിനെയും കടലിനെയും ശാസിച്ച് 13 കിലോമീറ്റർ ക്രോസ് ഓവർ ചെയ്ത് 13 കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്ത് ഗദർ ദേശത്തേക്ക് കർത്താവ് യേശു കടന്നു വന്നു. കഷ്ടപ്പെട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവൻ കടന്നു വരികയാണ്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, വഴിയിൽ പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മറുകരയിൽ ബൈബിൾ സ്റ്റഡിയല്ല. വഴിയിൽ പ്രശ്നമുണ്ടെങ്കിൽ മറുകരയിൽ ഒരു വിടുതലിന്റെ ശുശ്രൂഷയുണ്ട്. വഴിയിൽ പ്രശ്നമുണ്ടെങ്കിൽ മറുകരയിൽ ഒരു വിടുതലിന്റെ ശുശ്രൂഷയുണ്ട്. യാത്ര ചെയ്യുന്നവർ ആമേൻ പറഞ്ഞാട്. വഴിയിൽ പ്രശ്നമുണ്ടെങ്കിൽ മറുകരയിൽ സ്തോത്രം ഒരു വിടുതലിന്റെ ശുശ്രൂഷയുണ്ട്. വഴിയിൽ പ്രശ്നം യേശു കർത്താവിനുണ്ടായിരുന്നു. മറുകരയിൽ വന്നപ്പോൾ ഒരു ചെറുക്കനിൽ 6000 ഭൂതം, ഒരു ചെറുക്കനിൽ 6000 ഭൂതം അതെ പുറത്താക്കാൻ കർത്താവ് സ്തോത്രം അതെ ആയിരക്കണക്കിന് വാക്കുകളെ പറഞ്ഞില്ല. അപ്പുറത്തെ LIC പോലെ ഗട്ടുകളായി ഘട്ടം ഘട്ടമായി വിടുതൽ ഉണ്ടായിരിക്കും. ഓ യേശുവിന്റെ നാമത്തിൽ ഘട്ടം ഘട്ടമായി അത് ചിട്ടിക്കാ പൈസ കൊടുക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു വിടുതൽ ബൈബിളിലെ വിടുതലല്ല. കാരണം എന്റെ കർത്താവ് റീറ്റെയിൽ ബിസിനസ്സുകാരനല്ല, അവൻ ഹോൾസെയിൽ സർവീസാണ് ചെയ്യുന്നത്. ഓ കമാൻ. ഘട്ടം ഘട്ടമായി കുറേശ്ശെ ശമ്പള ഡേറ്റ് അനുസരിച്ച് ഘട്ടം ഘട്ടമായി കുറേശ്ശെ 1-ാം തീയതി ശമ്പളം കിട്ടുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായി. ഓ കമാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ശമ്പളം കിട്ടുന്ന ഡേറ്റ് അനുസരിച്ച് ഘട്ടം ഘട്ടമായി. നോ, അത് കളിപ്പീരാണ്. എന്നാൽ യേശു കർത്താവ് ഘട്ടം ഘട്ടമായി കുറേശ്ശെയല്ല കൊടുത്തത്. ഒറ്റ വാക്ക് യേശു പറഞ്ഞു. യേശു കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞപ്പോ 6000 ഭൂതം പുറത്തിറങ്ങി. പിന്നെ അവ അകത്ത് കയറിയതേയില്ല. യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, 6000 ഭൂതം പുറത്തിറങ്ങി. 6000 ഭൂതം പുറത്തിറങ്ങി. 2000 പന്നിയിൽ ചാടി. 2000 പന്നിയിൽ കയറിയതും പന്നി സ്തോത്രം വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. നാട്ടുകാർ ഇളകി. നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് പന്നിയാണ് വേണ്ടിയത്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. ഞങ്ങൾക്ക് പന്നിയാണ് വേണ്ടിയത്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. യേശു കർത്താവിനെ അവർ തിരസ്കരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം അവർ പറയും, സ്തോത്രം അതെ അവൻ കൊള്ളാം, പക്ഷേ അവൻ്റെ വിടുതലിന്റെ ശുശ്രൂഷ മാത്രം വേണ്ട, അവൻ്റെ വചനം മാത്രം മതി, അവൻ്റെ മറ്റേ പരിപാടി നമുക്ക് വേണ്ട. അവൻ്റെ വചനം മാത്രം മതി, അവൻ്റെ മറ്റേ പരിപാടി വേണ്ട. വചനം നല്ലതാ, മറ്റത് നമുക്ക് വേണ്ട. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, 3 ആഴ്ച കഴിഞ്ഞ് നീ കട്ട് ചെയ്യുന്ന ബട്ടർ കേക്കല്ല ഇത്, ക്രിസ്മസ് കേക്കല്ല ഇത്. കുറച്ച് കൊള്ളാം, ഇത് മാത്രം എടുക്കാം, മറ്റത് മാത്രം തള്ളാം. നോ, യേശുവിന്റെ കുറച്ച് മാത്രമല്ല, യേശുവിന്റെ എല്ലാം നല്ലതാണ്. ഓ കർത്താവിൻ്റെ എല്ലാം നല്ലതാ. അവൻ്റെ വചനം നല്ലതാ, അവൻ്റെ ശക്തി നല്ലതാ, അവൻ്റെ പ്രവചനം നല്ലതാ, അവൻ്റെ വിടുതൽ നല്ലതാ, അവൻ്റെ രോഗശാന്തി നല്ലതാ. ഇൻ ജീസസ് നെയിം നീ പ്രസംഗിക്കേണ്ടത്, നീ ഏറ്റെടുക്കേണ്ടത്, നീ വിശ്വസിക്കേണ്ടത് കുറച്ചല്ല, പാർഷ്യൽ ഗോസ്പൽ അല്ല, ഫുൾ ഗോസ്പൽ. കമാൻ, പൂർണ്ണ സുവിശേഷം, പൂർണ്ണ സുവിശേഷം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, പൂർണ്ണ സുവിശേഷം, പൂർണ്ണ സുവിശേഷം, പൂർണ്ണ സുവിശേഷമാണ് വേണ്ടത്. എന്നാൽ ആ ജനത്തിന് പറ്റിയതായ കുഴപ്പമെന്ന് പറയുന്നത്, അവർ പറഞ്ഞു, സ്തോത്രം അതെ വചനവും പ്രസംഗവും മാത്രമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ വിടുതൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പന്നി പോകും, ഞങ്ങളുടെ പന്നി പോകുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പണ്ടൊരിടത്തൊരു മീറ്റിങ്ങിന് പോയി പ്രസംഗിക്കാൻ വേണ്ടി കയറി. കഷ്ടകാലത്തിന് ഒരു സ്ലോ പാട്ട് പാടി. സ്തോത്രം, ഒരു ഫാസ്റ്റ് നമ്പർ അല്ല ലോർഡ്സിനെ പോലെ പാടിയത്, ഒരു സ്ലോ പാട്ട് പാടി. ആ സ്ലോ പാട്ട് പാടിയതും കർത്താവെ ഭൂതങ്ങളൊക്കെ ഇളകാൻ തുടങ്ങി. സ്തോത്രം, സെക്രട്ടറിയുടെ ഭാര്യ വരെ അതേ ഭൂതം ബാധിച്ച് സ്തോത്രം നിലത്ത് വീണു. അവസാനം ആ പാസ്റ്റർ വന്ന് ആ ചർച്ചിലുള്ള പകുതിയിലധികം ആൾക്കാർക്ക് ഭൂതം സ്തോത്രം ബാധിച്ച് ഇങ്ങനെ ഇളകും. ആദ്യം വന്ന് പറഞ്ഞു, മാതി. കാരണം എന്ന് പറഞ്ഞാൽ ഇനി കൂടുതലായാൽ സ്തോത്രം പുള്ളിക്ക് തൻ്റെ കാര്യത്തിൽ പോലും സംശയമായിരിക്കും. ഐ ഡോണ്ട് നോ. സ്തോത്രം, അതെ മാതി എന്നതുപോലെ നോക്കണമേ. സ്തോത്രം, അതെ ഈ ഗദര നിവാസികൾ, ഗദര ദേശത്തിന് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയത് സ്തോത്രം യേശുവിനെ അല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് പന്നികളെയാണ് ആവശ്യം. അവൻ്റെ വിടുതലിനെ അവർ പുറത്താക്കി കളഞ്ഞു. യേശുവിൻ്റെ റിജക്ഷൻ. നീ വിടുതലിൻ്റെ ശുശ്രൂഷയുമായി നടക്കുമ്പോൾ നിൻ്റെ വിടുതലിൻ്റെ ശുശ്രൂഷയെ അവർ ചോദ്യം ചെയ്യുന്നെങ്കിൽ, പുറത്താക്കുന്നെങ്കിൽ, തമ്പുരാൻ പറയും, മക്കളെ നിന്നെ മാത്രമല്ല പുറത്താക്കിയത്, എൻ്റെ വിടുതൽ കണ്ടിട്ട് എന്നെയും പുറത്താക്കി. 3.5 വർഷത്തെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രൊഫൗണ്ട് ഡെലിവറൻസ് ആയിരുന്നു ഒറ്റ വാക്കിൽ 6000 ഭൂതം പുറത്തായത്. പക്ഷെ 6000 ഭൂതം പുറത്താക്കിയപ്പോൾ സ്തോത്രം അതെ ഭൂതഗ്രസ്തനെയല്ല, ഭൂതത്തെയല്ല അവർ പുറത്താക്കിയത്, ഭൂതത്തെ പുറത്താക്കിയവനെ അവർ പുറത്താക്കി. ഒരിക്കൽ ഭൂതത്തെ പുറത്താക്കിയവനെ പുറത്താക്കിയ ലോകത്താണ് നീ ജീവിക്കുന്നത്. ഭൂതത്തെ പുറത്താക്കിയവനെ പുറത്താക്കിയ ലോകത്താണ് നീ ജീവിക്കുന്നത്. വീണ്ടും ചിലർക്ക് സ്തോത്രം വിടുതൽ വേണ്ട, വേറെ ചിലർക്ക് വചനവും വേണ്ട.
വേറെ ചിലർക്ക് വചനം വേണ്ട. സ്തോത്രം. ഒരറ്റത്തുള്ളവർക്ക് വിടുതൽ വേണ്ട. ഞങ്ങൾക്ക് 7 പോയിന്റ് 12 പോയിന്റ് ശാന്തമായിരുന്ന് ഇന്ന് രാത്രി വചനം കേൾക്കാനാണ്. മുഖത്തിരിക്കുന്ന ഈച്ച പോലും പറക്കാതെ ശാന്തമായിരുന്ന് വചനം കേൾപ്പാൻ. പിശാചേ, യേശുവിൻ്റെ നാമത്തിൽ പരിശപിശാചേ, യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് എവിടെയുണ്ടോ അവിടെ വചനവുമുണ്ട്, അവിടെ ആത്മാവിൻ്റെ പ്രവൃത്തിയുമുണ്ട്. അവൻ ആലോചനയിൽ വലിയവനാണ്, അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. ഇനി വേറൊരു വശത്ത് നോക്കുമ്പോൾ സ്തോത്രം, അതെ, വേറെയുള്ളവർക്ക് വചനം വേണ്ട. ചിലർ ചെല്ലുമ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട്, സ്തോത്രം അച്ഛാ, ഈ വചനമൊക്കെ കുറച്ച് പറഞ്ഞിട്ട് അങ്ങ് ആരാധിക്കാൻ വേണ്ടി വിട്ടാൽ മതി, ആരായിക്കാൻ വേണ്ടി വിട്ടാൽ മതി. വചനമൊക്കെ കുറച്ച് പറഞ്ഞിട്ട് അങ്ങ് ആരായിക്കാൻ വിട്ടാൽ മതി, ആരായിക്കാൻ. കാരണം യവൻ ജീവിക്കുന്നത് തുമ്പിയുള്ളലാണ്. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, തുമ്പി തുള്ളലല്ല, ആത്മീയമാണ്. നീ വളരണമെങ്കിൽ വചനത്തിനാണ് നീ നിൽക്കേണ്ടത്, വചനത്തിനാണ്. പക്ഷെ വചനം ഉള്ളതുപോലെ പറയുമ്പോൾ ചിലർ പറയും ഇത് കഠിന ഉപദേശമെന്ന്. ഞാൻ നിങ്ങളാരും അല്ല പറഞ്ഞത്. സ്തോത്രം. എനിക്ക് ഉച്ചശേഷം പ്രസംഗിക്കണമല്ലോ. നിങ്ങളാരും അല്ല പറഞ്ഞത്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 6:60 മുതൽ താഴേക്ക് യോഹന്നാൻ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, കർത്താവ് കൃത്യമായ ഉപദേശം കമ്മ്യൂണിയനെ കുറിച്ച്, സ്തോത്രം, അതെ, കർത്താവിൻ്റെ മേശയെക്കുറിച്ച് അനുപ്രകാരം പറയുകയാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുക. നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യാതെയും ഇരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കൂട്ടായ്മയില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, കൂട്ടായ്മ. ഇന്ന് പകൽക്കാലം ഒരുക്കി വെച്ചിരിക്കുന്ന മേശ ദൈവിക കൂട്ടായ്മയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കൂട്ടായ്മ. യെസ്, കർത്താവോടുള്ളതായ കൂട്ടായ്മ. ഇത് വരുന്നവനും പോകുന്നവനും തിന്നാനുള്ളതല്ല. സ്തോത്രം. ഇത് നാട്ടുകാർക്ക് തിന്നാനുള്ളതല്ല, ഇത് ചന്തസ്ഥലത്ത് വിളമ്പാനുള്ളതല്ല. പകരം ഇത് മണവാട്ടിക്കുള്ളതാണ്. കാരണം മണവാളൻ്റെ ശരീരം മണവാട്ടിക്ക് ഉള്ളതാണ്. കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നതായ കർത്താവിൻ്റെ തിരുശരീരം നാട്ടുകാർക്കുള്ളതല്ല, ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളതാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്തോത്രം വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കുള്ളതാണ് കർത്താവിൻ്റെ മേശ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. എന്നാൽ സ്തോത്രം, കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള യഥാർത്ഥ ഉപദേശം പറഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നവൻ്റെ ശിഷ്യന്മാർ അവനെ ഉപേക്ഷിച്ചു. യോഹന്നാൻ സുവിശേഷം 6:66 അവൻ്റെ 6:60 വേദപുസ്തകം പറയുന്നു. അതിനെ ചൊല്ലി അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനമാർക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. 66 നിങ്ങൾ നോക്കുമ്പോഴും അവിടെ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് ശിഷ്യന്മാരും യേശുവിനെ തള്ളിക്കളഞ്ഞു. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, 12 പേർ മാത്രമായി അന്ന് മുതൽ യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നത്. കേൾക്കണം ദൈവമക്കളെ, യേശു ക്രൂശിനോട് അടുക്കും തോറും ക്രൗഡ് കുറയുകയാണ്. ഒരിക്കലും നിങ്ങൾ കേട്ടില്ല, യേശു ക്രൂശിനോട് അടുക്കും തോറും ക്രൗഡ് കുറയുകയാണ്, ജനക്കൂട്ടം കുറയുകയാണ്. അന്നു മുതൽ ശിഷ്യന്മാർ ആരും അവനോട് കൂടെ നടന്നില്ല, 12 പേർ മാത്രമായി. ആ 12 പേർക്ക് എന്താ സംഭവിച്ചത്? ആ 12 പേരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ആ 12 പേർ മർക്കോസ് സുവിശേഷം 14:50 വായിക്കുമ്പോൾ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതായ സമയത്ത് ശിഷ്യന്മാർ എല്ലാവരും അവന് വിട്ട് ഓടിപ്പോയി. സ്തോത്രം. 7-ാമതായി നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും, ശിഷ്യന്മാരും യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞ. തിരസ്കരണം എന്ന് പറയുന്നത് അതൊരു ആക്രമണമാണ്. തിരസ്കരണം എന്ന് പറയുന്നത് ശത്രുവിന്റെ ആക്രമണമാണ്. യോസെഫ് എന്ന വളർത്തച്ഛൻ യേശുവിനെ തള്ളി, നസറേത്തുകാർ യേശുവിനെ തള്ളി, കുടുംബക്കാർ യേശു കർത്താവിനെ തള്ളി, ശമര്യക്കാർ യേശുവിനെ തള്ളി, ജനക്കൂട്ടം യേശുവിനെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. അതെ, ദേശക്കാർ അവന്റെ വിടുതൽ വേണ്ട എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു. ശിഷ്യന്മാർ അവന്റെ വചനം കഠിനമെന്ന് പറഞ്ഞ് വചനം നിമിത്തം അവനെ തള്ളിക്കളഞ്ഞു. ഒരു വശത്തെ സ്തോത്രം, അതെ, പ്രവൃത്തി നിമിത്തം ഒരു കൂട്ടർ തള്ളി, മറുവശത്ത് വചനം നിമിത്തം സ്തോത്രം ഒരു കൂട്ടർ തള്ളി. വചനം ചിലർക്ക് വേണം, എന്നാൽ അവർക്ക് പ്രവൃത്തി വേണ്ട. വേറെ കൂട്ടർക്ക് പ്രവൃത്തി മാത്രം മതി, അവർക്ക് വചനവും വേണ്ട. ഒരിക്കൽ കൂടെ, ഈ കൂട്ടർക്ക് വചനം വേണം, ഈ കൂട്ടർക്ക് പ്രവൃത്തി മാത്രം മതി. സ്തോത്രം. ഒരു കൂട്ടർ ഇന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഒരു കൂട്ടർക്ക് വചനം മാത്രം മതി, വേറൊരു കൂട്ടർക്ക് പ്രവൃത്തി മാത്രം മതി. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഒരു വശത്ത് വചനം മാത്രം മതി, ഒരു കൂട്ടത്ത് പ്രവൃത്തി മാത്രം മതി. എന്നാൽ കർത്താവ് പറയും, മക്കളെ, ഇൻ ബിറ്റ്വീൻ ഒരു ബാലൻസ് ഉണ്ട്. നിനക്ക് വചനവും വേണം, നിനക്ക് പ്രവൃത്തിയും വേണം. സ്തോത്രം. പുതിയ നിയമസഭ അതെ മനസ്സിലാക്കട്ടെ, നിനക്ക് ദൈവത്തിൻ്റെ വചനവും വേണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയും വേണം. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും കൊണ്ടുവരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും കൊണ്ടുവരുന്നത്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവ സാന്നിധ്യം. ശക്തിയോടെ പറഞ്ഞേ, ദൈവ സാന്നിധ്യം.
ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിനക്ക് ആവശ്യമുള്ളതായ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പ്രവൃത്തിയും കൊണ്ടുവരുന്നത്. എന്നാൽ സാന്നിധ്യമില്ലാത്ത ദൈവത്തിന്റെ മന്ദിരത്തിൽ നിന്ന് യേശു കർത്താവിനെ അവർ തള്ളിക്കളയുന്നു. സാന്നിധ്യമില്ലാത്ത മന്ദിരത്തിൽ നിന്ന് മർക്കോസ് വിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെ നിങ്ങൾ വായിക്കുമ്പോൾ യെരൂശലേം സ്തോത്രം ദേവാലയത്തിൽ നിന്ന് യഹൂദ മതാനുസാരികൾ യേശുവിനെ തള്ളിക്കളയുകയാണ്. ദേവാലയത്തിൽ നിന്ന് തള്ളിക്കളയുന്നു. ദൈവ സാന്നിധ്യമില്ലാത്തവർ ദേവാലയത്തിൽ നിന്ന് യേശുവിനെ തള്ളിക്കളയുന്നു. സ്തോത്രം ദേവാലയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. വായ് കാരണം സ്തോത്രം ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സഭയിൽ സാന്നിധ്യമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, സഭയിൽ എന്താ ഉള്ളത്? സാന്നിധ്യമുണ്ട്. വീട്ടിലിരുന്നാൽ സ്തോത്രം കിട്ടാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സഭയിൽ വരുമ്പോൾ കിട്ടുന്നു. കാരണം എവിടെയാണോ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടുന്നത് അവിടെ അഭിഷേകത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു വർധനവ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഓ, കേട്ടില്ല. സ്തോത്രം. വീട്ടിലിരുന്നാൽ കിട്ടാത്തത് ദൈവത്തിൻ്റെ സഭയിൽ നമ്മൾ കൂട്ടായ്മയായി ഒരുമിച്ച് കൂടുമ്പോൾ, വീട്ടിലിരുന്നാൽ കിട്ടാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടെ വെളിപ്പെടുന്നു. രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. എന്നാൽ യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വന്നില്ല. അല്പം ഡീപ്പായാണ് ഞാൻ പറയുന്നത്. യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ല. കേൾക്കുന്നവർ കരങ്ങളെ ജ്വലിപ്പിച്ചാട്. എന്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമില്ലെന്ന് പറയുന്നു? അന്ന് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്തത് അത് അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകമില്ല. പ്രാകാരത്തിൽ ജനമുണ്ട്. ഓ സ്തോത്രം. വിശുദ്ധ സ്ഥലത്ത് പ്രോഗ്രാമുണ്ട്. പ്രാകാരത്തിൽ ജനമുണ്ട്, വിശുദ്ധ സ്ഥലത്ത് പ്രോഗ്രാമുണ്ട്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രസൻസ് ഇല്ല. അതിപരിശുദ്ധ സ്ഥലത്ത് യേശു കർത്താവ് ഇറങ്ങി നടന്നതായ ആ സമയത്ത് കാണപ്പെട്ടതായ ദേവാലയം, ആ ദേവാലയത്തിന്റെ പേരാണ് ഹെരോദാവിന്റെ ദേവാലയം. ഹെരോദാവ് പണിതതായ ദേവാലയം 3/2 ഭാഗത്തോളം യെരൂശലേം പട്ടണത്തെ തന്നെ പൊക്കി 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ യെരൂശലേം ദേവാലയത്തെ ഉയർത്തി, യെരൂശലേം പട്ടണത്തെ തന്നെ ഉയർത്തി പണിത് വെച്ചതായ വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ്. അതിന് വലിയ വലിപ്പം ഉണ്ടായിരുന്നു. മോശയുടെ കൂടാരത്തെക്കാൾ വലിയ വലിപ്പം ഉണ്ടായിരുന്നു. ശലോമോന്റെ ആലയത്തെക്കാൾ വലിയ മെഗാ വലിപ്പം ഉണ്ടായിരുന്നു. പലരും ഈ ദിവസങ്ങളിൽ പണിവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മെഗാ ചർച്ചാണ്. മെഗാ ചർച്ച് ഹെരോദാവിന്റെ ചർച്ച് മെഗാ ചർച്ചായിരുന്നു. അത് സ്തോത്രം ശലോമോന്റെ ആലയം പോലെയല്ലായിരുന്നു. അത് സ്തോത്രം മോശയുടെ ആലയം പോലെയല്ലായിരുന്നു. നിങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ വളരെ കറക്റ്റായിട്ട് പറയട്ടെ. സ്തോത്രം. നീ പഠിക്കേണ്ടത് നിന്റെ അളവിലുള്ള മെഗാ അല്ല, പകരം തമ്പുരാന്റെ അളവിൽ നീ പഠിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത്. യെസ്, മോശയുടെ കാലത്ത് പുരോഹിതന്മാർക്ക് കയറാൻ കഴിയില്ല. കാരണം അവിടെ ഇറങ്ങി നിന്നത് ശേഖര മഹത്വമായിരുന്നു. എക്സാക്ട്ലി സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുന്നു. സ്തോത്രം. അതെ, ശലോമോന്റെ കാലത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. അവിടെ ആർക്കും കയറുവാൻ തക്കൊണ്ട് കഴിയത്തില്ല. കാരണം അവർ പണിതത് തോന്നിയ അളവിനല്ല, അവർ പണിതത് ദൈവത്തിന്റെ അളവിൽ പണിതു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ഈ തലമുറയിൽ തോന്നിയതുപോലെ പണിയല്ല. ആ അണ്ണൻ അങ്ങനെ പണിതു, മറ്റേ മച്ചാൻ ഇങ്ങനെ പണിതു, ആ ചേട്ടൻ ഇങ്ങനെ പണിതു. നോ, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. മുട്ടുമടക്ക്, ഹൃദയം തകരട്ടെ, കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ, പുസ്തകം നോക്ക്, തമ്പുരാന്റെ നിന്ന് കേൾക്ക്, എന്നിട്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം പണിതാട്ടെ. ദൈവത്തിന്റെ ആലോചന പ്രകാരം നീ പണിയുമ്പോൾ അവിടെ ജഡവും അവിടെ എരിയും പെരിച്ചാഴിയും അല്ല അവിടെ നിറയുന്നത്. ദൈവത്തിന് നിറഞ്ഞു കവിയുന്നതായ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കും ആ സ്ഥാനത്ത് നിറഞ്ഞു കവിയുന്നത്. കരങ്ങളടിക്കുന്ന നിങ്ങൾ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ നിങ്ങളെ ഷോക്ക് ചെയ്യിപ്പിക്കട്ടെ. യേശു കർത്താവിന്റെ കാലത്ത് സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. യേശു കർത്താവിന്റെ കാലത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ശൂന്യമായിരുന്നു. മോശയുടെ കാലത്ത് അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് സ്തോത്രം നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. ശലോമോന്റെ കാലത്ത് അവിടെ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ മഹത്വം നിറഞ്ഞു കവിഞ്ഞത്. എന്നാൽ മോശയുടെ കാലത്ത് സ്തോത്രം അത് യേശുവിന്റെ കാലത്ത്, കർത്താവ് യേശുവിന്റെ കാലത്ത് അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് അവിടെ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നതേ ഇല്ല. കാര്യം നിങ്ങൾ ചോദിക്കാം, സുരേഷ് ബാബു എവിടെ പോയി? ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിക്ക് തൊട്ട് മുമ്പ് ബാബിലോണിയക്കാർ കടന്നു വന്ന്, ഇങ്ങനെയാണ് ചരിത്രം മിക്കവാറും പറയുന്നത്, ബാബിലോണിയക്കാർ കടന്നു വരുന്നു എന്ന് പ്രവാചകൻ ഇരമ്യാവ് അറിഞ്ഞപ്പോൾ കണ്ണുനീരിന്റെ ജനത്തിന് വേണ്ടി കരഞ്ഞവൻ അവൻ പറഞ്ഞു, സ്തോത്രം അതേ, ദൈവത്തിന്റെ പെട്ടകം ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പണ്ട് സ്തോത്രം ശമൂവേലിന്റെ കാലത്ത് ഇത് പോയിട്ട് 22 വർഷക്കാലത്തോളം അത് സ്റ്റക്കായതാണ്. അതുകൊണ്ട് സ്തോത്രം ഈ പെട്ടകം വിട്ടുകൊടുക്കൽ എന്ന് പറഞ്ഞ് ആരും അറിയാതെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ നിയമ പെട്ടകം എടുത്ത് സ്തോത്രം അത് ഏതാണ്ട് ഒരു ഗുഹയിൽ കൊണ്ടുപോയി യെരൂശലേമിൽ ഒളിപ്പിച്ചു വെച്ചു. ഇന്നും സ്തോത്രം അത് അധികാരികൾ പറയുന്നു, ഞങ്ങൾക്കറിയാം യെരൂശലേം, അതെ ഗവൺമെന്റിന് അറിയാം ദൈവത്തിന്റെ നിയമ പെട്ടകം യെരൂശലേമിലുണ്ട്. അത് എത്യോപ്യയിലല്ല, അത് സ്തോത്രം അത് ഹാരിസൺ ഫോർഡിന്റെ മറ്റേ പഴയ പടം ഉണ്ടല്ലോ, എൻ്റെ പേരെന്താ, ലോസ്റ്റ് ആർക്ക് എന്ന് പറയുന്ന പടം പറയുന്ന പോലെയല്ല. നോ, പകരം സ്തോത്രം ഇന്ന് യെരൂശലേമിലുണ്ട്. നിങ്ങൾ ചോദിക്കും
മകളെ, ആ ആർക്കിനെ, ആ നിയമപ്പെട്ടകത്തെ എന്താ പുറത്തെടുക്കാത്തത്? ആ നിയമപ്പെട്ടകം പുറത്തെടുത്താൽ ആ സ്തോത്രം അന്ന് മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുക. കാരണം ആർക്ക് പുറത്തെടുത്താൽ, നിയമപ്പെട്ടകം പുറത്തെടുത്താൽ അത് വയ്ക്കാൻ ആലയമില്ല. എന്നാൽ സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവർക്ക് ആലയമില്ല, ദൈവത്തിന് ആലയമുണ്ട്. യഹൂദന് ആലയമില്ല, പക്ഷേ എൻ്റെ കർത്താവിന് ആലയമുണ്ട്. ഒരിക്കൽ കൂടെ, യഹൂദന് ആലയമില്ലായിരിക്കാം. തമ്പുരാൻ പറയും, മോശയുടെ ദൈവം, ദാവീദിന്റെ ദൈവം, ശലോമോന്റെ ദൈവം പറഞ്ഞു. ആര് പറഞ്ഞു എനിക്ക് ആലയമില്ലെന്ന്? യഹൂദന് ആലയമില്ല, പക്ഷെ എനിക്ക് ആലയമുണ്ട്. എനിക്ക് നടക്കുന്ന ആലയമുണ്ട്, എനിക്ക് ചലിക്കുന്ന ആലയമുണ്ട്. അതിനർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമത്രേ. യേശു കർത്താവിന്റെ കാലത്ത് യിരെമ്യാവ് കൊണ്ടുപോയി ഒരു ഗുഹയിൽ കൊണ്ടുപോയി ഇതിനെ ഒളിപ്പിച്ചു വെച്ചു. സോ കർത്താവിന്റെ കാലത്ത് സ്തോത്രം യേശു കർത്താവ് വരുമ്പോൾ ആ അതിപരിശുദ്ധ സ്ഥലം ശൂന്യമായിരുന്നു. പുറമേ കിടന്നതായ ആ ഒരു കർട്ടനിൽ ഉണ്ടായിരുന്നതായ ആ പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പലയിടത്തും ഒരു പടം മാത്രമേ ഉള്ളൂ. 2 കെരൂബിന്റെ പടം മാത്രമേ ഉള്ളൂ. അകം മുഴുവൻ പൊള്ളയാണ്. പലരുടെ ആത്മീയം ഒരു പടം മാത്രമാണ്. പലരുടെ ആത്മീയം വെറും പൊള്ളയാണ്. നിങ്ങൾ മിണ്ടണ്ട, പലരുടെ ആത്മീയം വെറും പടമാണ്, അകം പൊള്ളയാണ്. എന്നാൽ ദൈവം പടമല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് ഹൃദയമാണ്. ദൈവം നോക്കുന്നത് അകത്തെന്തോ ഉണ്ടെന്നാണ് ദൈവം നോക്കുന്നത്. പുറമേയുള്ള പടമല്ല. ഞാനാകട്ടെ, നീ ആകട്ടെ, പുറമേയുള്ള പടമല്ല ദൈവം നോക്കുന്നത്. നീ എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കുന്നു, എത്രത്തോളം നിനക്ക് ആത്മാർത്ഥതയുണ്ട്, എത്രത്തോളം ദൈവസന്നിധി വിശുദ്ധിയുണ്ട്, എത്രത്തോളം നിർമ്മലതയിൽ നീ ജീവിക്കുന്നു, എത്രത്തോളം പുസ്തകം അനുസരിച്ച് നീ ആയിരിക്കുന്നു. പടമല്ല ആത്മീയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, പടമല്ല ആത്മീയം, പടമല്ല ആത്മീയം, പടമല്ല ആത്മീയം. നോക്ക്, അവിടെ പടമായിരുന്നു. വളരെ ശ്രദ്ധിക്ക്, അവിടെ പടമായിരുന്നു. ജസ്റ്റ് ആ കർട്ടനിൽ ഒരു പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് പെട്ടകമില്ലായിരുന്നു. അതുകൊണ്ട് പടം മാത്രമായതുകൊണ്ട് ആ ആലയം പൊളിക്കപ്പെട്ടു. ആഹാ, പടം മാത്രമായതുകൊണ്ട് ആ ആലയം പൊളിക്കപ്പെട്ടു. ആഹാ, പടം മാത്രമായതുകൊണ്ട്, വേഷം കെട്ടൽ മാത്രമായതുകൊണ്ട് യെരൂശലേം ദേവാലയം പൊളിക്കപ്പെട്ടു. ഭയത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും അഭിനയം മാത്രമാണെങ്കിൽ നീ പൊളിഞ്ഞു പോകും. പറയുന്ന ഞാനാണെങ്കിലും അഭിനയം മാത്രമാണെങ്കിൽ പൊളിഞ്ഞു പോകും. എന്നാൽ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാലിലല്ല നിൽക്കുന്നത്, അവന്റെ പ്രസൻസിലാണ് നിൽക്കുന്നത്. മഹത്വത്തിൽ പൊതിഞ്ഞു നിന്നോട്ടെ, മഹത്വത്തിൽ പൊതിഞ്ഞു നിന്നോട്ടെ, മഹത്വത്തിൽ പൊതിഞ്ഞു നിന്നോട്ടെ. മഹത്വത്തിൽ മേക്കപ്പിലല്ല പൊതിഞ്ഞു നിൽക്കേണ്ടത്, ഡോളറിലും ദിനാറിലുമല്ല, മഹത്വത്തിൽ പൊതിഞ്ഞു നിന്നോട്ടെ. 4 പേരെ തൊട്ട് പറ, മഹത്വത്തിൽ പൊതിഞ്ഞു നിൽക്കുക. പെട്ടെന്ന് പറ, മഹത്വത്തിൽ പൊതിഞ്ഞു നിൽക്കുക. മഹത്വത്തിൽ പൊതിഞ്ഞു നിന്നോട്ടെ. മഹത്വത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന, പ്രസൻസിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അവനെ പൊളിക്കുവാൻ ഒന്നിനും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. ഓ കമാൻ, ഹല്ലേലൂയ. ആരെയും കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നത് ഞാൻ വെറുതെ ചിന്തിച്ചു പോയി. കമാൻ, പ്രസൻസ് ഉള്ളവർ കരങ്ങൾ അടിച്ചാധനങ്ങളെ തുറന്നേ. ഹല്ലേലൂയ. പ്രസൻസ് ഉണ്ടോ? ദൈവത്തിന്റെ പ്രസൻസ് തന്നെ ഉണ്ടോ? നിന്നെ പൊളിക്കാൻ ആർക്കും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. ഇൻ ജീസസ് നെയിം. പ്രസൻസിൽ, അവന്റെ സാന്നിധ്യത്തിൽ പൊതിഞ്ഞോണ്ട്. കാരണം പ്രസൻസിൽ പൊതിഞ്ഞു നിന്നിടത്തോളം കാലം മോശയുടെ കൂടാരം പൊളിഞ്ഞില്ല, ശലോമോന്റെ ആലയം പൊളിഞ്ഞില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ സ്തോത്രം, പുതിയ നിയമ ആലയത്തെ നോക്കി കർത്താവ് പറഞ്ഞത്, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുക. നിന്റെ മന്ദിരം, എന്റെ മന്ദിരം എന്ന് ദൈവം പറഞ്ഞത് നിന്റെ ശരീരമാണ്. വലത്തെ കരങ്ങളെ സ്വന്തം മാർബോട് ചേർത്ത് വെച്ച് പറ, ഇതാണ് ആലയം. പറഞ്ഞാട്ടെ, ഇതാണ് ആലയം, ദൈവത്തിന്റെ ആലയം. ഇത് കൊറോണയുടെ വാടക വീടല്ല, ഇത് സ്തോത്രം പാരമ്പര്യ രോഗത്തിന്റെ വാടക വീടല്ല, ഇത് ഇവിടെ കൂടെ കയറി അപ്പുറത്തൂടെ പോകുന്ന വേദനയുടെ അതേ വാടക വീടല്ല, ഇത് ഡയബറ്റിക്കിന്റെയും ഹൃദ്രോഗത്തിന്റെ വാടക വീടല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് പകൽക്കാലം ഞാൻ കൽപ്പന കൊടുക്കുകയാണ്. ഹേ രോഗങ്ങളെ, ഹേ ബലഹീനതകളെ, ഹേ ന്യൂനതകളെ, ഗെറ്റ് ഔട്ട്, പെട്ടി പാക്കി. ഹേ ദുരാത്മാവേ, പെട്ടി പാക്കി, കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. എല്ലാ വാതരോഗങ്ങൾക്ക് പുറത്തു വരാം, എല്ലാ ഡയബറ്റിക്കിന് പുറത്തു വരാം, എല്ലാ ബലഹീനതകൾക്ക് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പുറത്തു വരാം. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. കരങ്ങളെ അടിച്ച് ആർപ്പിട്ടാട്ടെ, കരങ്ങളെ അടിപ്പിച്ച് ആർപ്പിട്ടാട്ടെ. യേശുവിന്റെ നാമത്തിൽ അവനെ ടെമ്പിളിൽ നിന്ന് പുറത്താക്കി, അവന്റെ മന്ദിരത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നവർ പറയുന്നു, നോ നോ നോ, എന്റെ കർത്താവിനെ അകത്താക്കിയാണ്. എന്റെ കർത്താവ് എന്റെ അകത്ത് നിറയട്ടെ. എത്ര പേർ ആമേൻ പറയുന്നു? എന്റെ കർത്താവ് അകത്ത് നിറയട്ടെ, അകത്തൊരു നിറവുണ്ടാകട്ടെ. വീട്ടിലിരിക്കുന്ന വാതുറന്ന് അന്യഭാഷ പറ, അകത്തൊരു നിറവുണ്ടാകട്ടെ. പറ പറ, അകത്തൊരു നിറവുണ്ടാകട്ടെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കട്ടെ. കമോൺ പീപ്പിൾ, ഹൃദയം നിറഞ്ഞ് കവിയുന്നത്
വായി പ്രസ്താവിക്കട്ടെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കട്ടെ. നിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകട്ടെ. നിന്റെ ശബ്ദം കേട്ട ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അകത്ത് ദൈവത്തിന്റെ മഹത്വ സാന്നിധ്യത്താൽ ഈ ജനം ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 9-ാമത്തെ അത് യേശു കർത്താവിന്റെ തിരസ്കരണം. അവർ പറഞ്ഞു, കുലപാതകനെ വിട്ടുതരിക, നീതിമാനെ ക്രൂശിക്കുക. കുലപാതകനെ വിട്ടുതരിക, നീതിമാനെ ക്രൂശിക്കുക. വീട്ടിൽ പോയി നിങ്ങൾക്ക് വായിക്കാൻ തക്കോണം കഴിയും. ബറബാസിനെ ഞങ്ങൾക്ക് മതി, യേശുവിനെ വേണ്ട എന്നവർ പറഞ്ഞു. മത്തായി 27 ബറബാസിനെ ഞങ്ങൾക്ക് മതി, യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു. കുലപാതകനെ വിട്ടുതരിക, നീതിമാനെ ക്രൂശിക്കുക. ഇന്നും ജനം അത് പറയുന്നു. പലരും സ്തോത്രം നീതിമാന്മാരെ തിരിച്ചറിയുന്നില്ല. പലരും നിന്നെ തിരിച്ചറിയുന്നില്ലെന്ന്. നിന്റെ ആത്മാർത്ഥത പലരും തിരിച്ചറിയുന്നില്ലെന്ന്. സഹോദരൻ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ നിന്റെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞില്ലെന്ന്. സഹോദരൻ, നിന്റെ അധ്വാനത്തെ പലരും തിരിച്ചറിയുന്നില്ലെന്ന്. നിന്നെ പലരും തിരിച്ചറിയാതെ ക്രൂശിക്കുകയാണ്. നിന്നെ തിരിച്ചറിയാതെ പലരും കുറ്റം പറയുകയാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവകൃപയാൽ പറയട്ടെ, നിനക്കൊരു നീതിയുണ്ട്. മനുഷ്യൻ തരുന്ന നീതിയല്ല, നിനക്കൊരു നീതിയുണ്ട്. നിനക്ക് നീതി വരുന്നത് അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല. നിനക്ക് നീതി വരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നീതി ഉദിക്കുവാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ 12 മാസം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ യഹോവ തിസ്കനു എന്ന കർത്താവിന്റെ നീതി നിനക്ക് വേണ്ടി ഉദിക്കുന്ന മാസമാണ് ഈ ഡിസംബർ മാസം. എത്ര ആർപ്പിട്ട് ആമേൻ പറഞ്ഞ്. ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിൽ ഉദിക്കുന്ന മാസമാണ്. സ്തോത്രമതേ, ഈ ഡിസംബർ മാസം. യെസ്, ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, ഉദിക്കട്ടെ. എങ്ങനെ ഉദിക്കട്ടെ? ഉദിക്കട്ടെ അപ്പച്ച, ഉദിക്കട്ടെ. ദൈവത്തിന്റെ നീതി ഉദിക്കട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി നീ ഇന്നലകളിൽ വിതച്ചതിന് ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ നീതി ഉദിക്കുന്ന മാസമായിരിക്കും ഈ ഡിസംബർ മാസം. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കും. ജനം പറയും, സ്തോത്രം, കുലപാതകനെ ഞങ്ങൾക്ക് വിട്ടതാ, ആ നീതിമാനെ കൊണ്ടുപോയി ക്രൂശിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം നിനക്ക് ലഭിക്കുന്നത് മനുഷ്യന്റെ നീതിയല്ല, ദൈവത്തിന്റെ നീതിയാണ്. റോമർ 5:1 പറയുന്നു, സ്തോത്രം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യു ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് നിനക്ക് സമാധാനമുണ്ട്. വിശ്വാസത്താലാണ് നീതീകരണം. രണ്ടുപേരെ നോക്കി പറഞ്ഞാട്ടെ, വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. പറ, വിശ്വാസത്താൽ. എൻ്റെ കൈ വെള്ള ഉടുപ്പിനാലല്ല നീതീകരണം, ആഭരണം മാറ്റിയാലല്ല നീതീകരണം, ഞാൻ സ്നാനപ്പെട്ടതല്ല നീതീകരണം, മീശ എടുത്തതല്ല എൻ്റെ നീതീകരണം, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽപ്പെട്ടതാണ് നീതീകരണം. ഒരു പ്രസ്ഥാനം എനിക്ക് വേണ്ടി മരിച്ചില്ല, പകരം യേശു എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ നീതി എന്ന് പറയുന്നത് യേശുവാണ്. എൻ്റെ നീതി യേശുവാണ്. നിന്റെ നീതി യേശുവാണ്. നിന്റെ നീതിയെങ്കിൽ കേൾക്കണം. യേശുവാണ് നിന്റെ നീതിയെങ്കിൽ, യേശുവാണ് നിന്റെ നീതിയെങ്കിൽ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യം നിന്റെ ജന്മാവകാശമാണ്. ഇത് നിന്റെ വിൽപത്രമാണ്. ഇത് നിന്റെ വിൽപത്രമാണ്. സ്വന്തം സ്തോത്രം, അതേ ബുക്കെടുത്ത്, സ്വന്തം ബൈബിൾ എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് പറ, ഇതെന്റെ വിൽപത്രമാണ്. പറഞ്ഞോട്ടെ, ഇതെന്റെ വിൽപത്രമാണ്. പറ, ഇതെന്റെ വിൽപത്രമാണ്. എല്ലാവരും, ഇതെന്റെ വിൽപത്രമാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് എഴുതിയിരിക്കുന്ന സകല വാഗ്ദത്തം നിന്റേതാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന സകല വാഗ്ദത്തം നിന്റേതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നതായ സകല അവകാശങ്ങൾ നിന്റേതാണ്. യേശുവിന്റെ നാമത്തിൽ നീ നിസ്സാരനല്ല. ഇന്ന് പകൽ മുതൽ, ഇന്ന് രാത്രി മുതൽ ഇതാ കലവറകൾ നിനക്കായി തുടങ്ങുകയാണ്. എഴുതി വച്ചിരിക്കുന്ന സകലതും യേശുവിൻ നാമത്തിൽ വിശ്വാസമെന്ന ട്രാക്കിലൂടെ ദൈവത്തിന്റെ കൃപയാൽ നിന്നിലേക്ക് ഒഴുകിയെത്തുവാൻ വേണ്ടി പോകുന്നു. ഹാനോക്കിന്റെ നടപ്പ് നിനക്കുള്ളതാണ്. നോഹയുടെ കൃപ നിന്റേതാണ്. അബ്രഹാമിന്റെ വിശ്വാസം നിന്റേതാണ്. ഇസഹാക്കിന്റെ കൊയ്ത്ത് നിന്റേതാണ്. യാക്കോബിന്റെ ലാഡർ, യാക്കോബിന്റെ ഗോവേണി നിന്റേതാണ്. യോസെഫിന്റെ സ്വപ്നം നിന്റേതാണ്. വേണമെന്നുള്ള രാമേൻ പറഞ്ഞാട്. മോശയുടെ പ്രവചനം നിന്റേതാണ്. യോശുവയുടെ ധൈര്യം നിന്റേതാണ്. ഏലിയാവിന്റെ പുതപ്പ് നിന്റേതാണ്. ഓ, എലീശായുടെ ഇരട്ടി പങ്ക് നിനക്കുള്ളതാണ്. ദാനിയേലിന്റെ പ്രാർത്ഥന നിന്റേതാണ്. യെസ്, ദാവീദിന്റെ സ്തുതി നിന്റേതാണ്. പത്രോസിന്റെ നിഴലിൽ വ്യാപരിച്ച ശക്തി നിന്റേതാണ്. പൗലോസിന്റെ റൂമാലൂടെ വ്യാപരിച്ച ദൈവ സാന്നിധ്യം നിന്റേതാണ്. യോഹന്നാന്റെ വെളിപ്പാട് നിന്റേതാണ്. കാരണം യേശു നിന്റെ നീതിയാണ്. യേശു നിന്റെ നീതിയാണ്. തിരസ്കരിക്കപ്പെടുന്നതാ ഈ ലോകത്തിൽ നീ ആരെന്ന് സ്തോത്രം ലോകം കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേയുള്ളൂ. നീതി എന്ന വസ്ത്രത്തിൽ ചുറ്റപ്പെട്ടവനായി ദൈവം നിന്നെ നിർത്തി, ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. 9 കാര്യങ്ങളിൽ, 9 സ്ഥലങ്ങളിൽ, 9 കാര്യങ്ങൾ നിമിത്തം യേശു കർത്താവിനെ തിരസ്കരിച്ചു. 9 എന്ന് പറഞ്ഞാൽ സ്തോത്രം, 9 എന്ന് പറഞ്ഞാൽ നിറവെന്നാണ്, അല്ലെങ്കിൽ കംപ്ലീഷൻ എന്നാണ്. കംപ്ലീറ്റ്ലി യേശു കർത്താവിനെ ഈ ലോകം തിരസ്കരിച്ചു. കംപ്ലീറ്റായി തിരസ്കരിച്ചു.
തിരസ്കരിച്ചു. കംപ്ലീറ്റായി യേശു കർത്താവിനെ തിരസ്കരിച്ചു. പക്ഷേ ഈ ലോകത്തിൽ നടന്ന ഹൊറിസോണ്ടൽ ലെവലിൽ നടന്ന ഒരു തിരസ്കരണവും യേശുവിനെ ബാധിച്ചില്ല. വളർത്തച്ഛൻ തള്ളിയോ, യോസഫ് തള്ളിയോ, നോ പ്രോബ്ലം. ഈ ലോകത്തിൽ ഒരപ്പനുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരപ്പനുണ്ട്. നാസറേത്തുകാര് എന്നെ തള്ളിയോ, നോ നോ നോ, ഞാൻ നാസറേൻ എന്നാണ് സ്തോത്രം പിന്നത്തേതിൽ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഞാൻ ടോക്കിയോയിലെ യേശു, ദുബായിലെ യേശു, ലണ്ടൻ ഡൗൺ ടൗണിലെ യേശു, ബക്കിംഗ്ഹാം പാലസിലെ യേശു, വൈറ്റ് ഹൗസിലെ യേശു എന്നല്ല ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ നാസറേനായ യേശു എന്നാണ് ഞാൻ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. യേശുവിനെ അത് ബാധിച്ചില്ല. സ്തോത്രം. അതേ കുടുംബം എന്നെ തള്ളിയോ, സാരമില്ല. അടുത്ത ദിവസങ്ങൾ പില്ലറുകളായി അപ്പോസ്തലന്മാരായി എൻ്റെ കുടുംബത്തിൽ നേടുന്നേൽക്കാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഞെരുക്കോ ഇന്നത്തെ വെല്ലുവിളിയുമല്ല. നാളെ എൻ്റെ കുടുംബം, അതെ ഞാൻ നിമിത്തം എൻ്റെ കുടുംബം വിടിവിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. ഞാൻ നിമിത്തം എൻ്റെ കസിൻസ്, എൻ്റെ സഹോദരങ്ങൾ വിടിവിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ആ റിജക്ഷൻ, ആ തിരസ്കരണം യേശുവിനെ ബാധിച്ചതേ ഇല്ല. ശമര്യക്കാർ അവനെ തള്ളിയോ, നോ പ്രോബ്ലം. അപ്പോസ്തല പ്രവൃത്തി 8 എൻ്റെ സ്തോത്രം സുവിശേഷകൻ ഫിലിപ്പോസ് വരുന്നുണ്ട്. അങ്ങനെ ആ പട്ടണത്തിൽ there was a great joy. ഈ പട്ടണം മുഴുവൻ മാറുന്ന ഒരു റിവൈവൽ ചില മാസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ സ്തോത്രം സുവിശേഷകൻ അതേ ഫിലിപ്പോസിലൂടെ കടന്നു വരുന്നുണ്ട്. ശമരിയക്കാർ, ജാതിക്കാരുടെ റിജക്ഷൻ, തിരസ്കരണം യേശുവിനെ സ്തോത്രം യേശുവിനെ ബാധിച്ചതേയില്ല. ജനക്കൂട്ടം യേശുവിനെ തിരസ്കരിച്ച് യേശുവിനെ ബാധിച്ചില്ല. കാരണം ഇന്ന് ജന ഹാശന പറയും, നാളെ ജനം ക്രൂശിക്കാ പറയും. ഹു കേഴ്സ് ഓഫ് ദാറ്റ്? മനുഷ്യനോട് ഞാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കല്ല്. എന്നാൽ ഓരോ സെക്കൻഡ് മേലോട്ട് നോക്കി പറയണം, അപ്പൊ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, ഞാൻ എങ്ങനെയുണ്ട്? യോമാരുടെ വാക്കല്ലേ എനിക്ക് വേണ്ടിയത്, എനിക്ക് വേണ്ടിയത് അങ്ങയുടെ വാക്കാണ്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ പറ. കൈയടിക്കുന്ന നേരെ കയ്യങ്ങൾ അടിച്ച്. അതുകൊണ്ട് യേശുവിനെ ജനക്കൂട്ടം തള്ളിയപ്പോൾ യേശുവിനെ ബാധിച്ചില്ല. ദേശക്കാർ തള്ളിയപ്പോൾ യേശുവിനെ ബാധിച്ചില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരെയില്ല. ശിഷ്യന്മാർ തള്ളിയത് യേശുവിനെ സ്തോത്രം അതേ ബാധിച്ചില്ല. കാരണം ഇന്ന് തള്ളുന്ന ശിഷ്യന്മാർ അടുത്ത ദിവസം പരിശുദ്ധാത്മാവ് നിറയുന്നതിന് മുമ്പ് തള്ളിയ ശിഷ്യന്മാർ, പരിശുദ്ധാത്മാവ് നിറയുന്നതിന് മുമ്പ് തള്ളിയ ശിഷ്യന്മാർ, ഈ പത്രോസ് ഉൾപ്പെടെയുള്ളവർ എന്നെ പിടിച്ചപ്പോൾ ഓടിപ്പോയില്ലേ? പരിശുദ്ധമാം നിറയുന്നതിന് മുമ്പ് അവന്മാർ ഓടിപ്പോയി. പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷം, പരിശുദ്ധാത്മ നിറഞ്ഞതിന് ശേഷം ആൾ മാറിയവനെ പോലെ അവൻ എഴുന്നേറ്റ് നിന്ന് ഏറ്റു പറയുന്ന ഒരു പറച്ചിലുണ്ടല്ല, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം മരിച്ചുവിടുന്ന തികഴ്ന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ സാക്ഷികളായിരുന്നു. ഹല്ലേലൂയ. ആർക്ക് മനസ്സിലായി? ആൾ മാറിയവനെ പോലെ നിന്റെ ദൈവം നിന്നെ ആക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്. ആൾ മാറിയവളെ പോലെ ദൈവം നിന്നെ നിർത്തുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ഡിസംബർ മാസത്തിൽ തിരിച്ചറിവാൻ കഴിയാത്ത വലിയൊരു മാറ്റം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ കൽപ്പിക്കുകയാണ്. കമാൻ, കരങ്ങളെ അടിച്ചു വാ തുറന്നാട്ട്. തിരിച്ചറിവാൻ കഴിയാ കുട്ടികളെന്തേ, ആ പെൺകുട്ടികളെന്തേ, ആൺകുട്ടികളെന്തേ, കരങ്ങളെ അടിച്ച് തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം, തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം. എന്തൊരു ധൈര്യം, എന്തൊരു വാക്ക്, എന്തൊരു ജ്ഞാനം! തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം, തിരിച്ചറിവാൻ അൺറെക്കഗ്നൈസ്ഡ്. ആ വീട്ടിലെ അല്ല, ആ ദേശത്തിലെ അല്ല, കണ്ടാൽ അങ്ങനെ തോന്നത്തേയില്ല എന്ന് പറയത്തക്ക തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം പരിശുദ്ധാത്മാവ് നിന്നിൽ സ്തോത്രം അതേ നൽകുവാൻ വേണ്ടി പോകുന്നു. 3 പേര് തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ മാറുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ മാറുകയാണ്. വേറൊരാളിനെ തൊട്ട് പറ, നമ്മൾ അറിയാതെ മാറുകയാണ്, നമ്മൾ അറിയാതെ മാറുകയാണ്. യേശുവിൻ നാമത്തിൽ അടുത്ത ജനുവരിയിൽ നീ ഈ ലെവലിലായിരിക്കത്തില്ല, അടുത്ത വർഷത്തിൽ നീ ലെവലിലായിരിക്കത്തില്ല. ഇന്ന് രാത്രി കർത്താവ് നിന്റെ, ഇന്ന് പകൽ കർത്താവ് നിന്റെ ഗിയർ ചേഞ്ച് ചെയ്യാണ്. ഇന്ന് പകൽ കർത്താവ് നിന്റെ ഗിയർ ചേഞ്ച് ചെയ്യാണ്. കമാൻ, ഏറ്റെടുക്ക. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. യേശുവിന്റെ നാമത്തിൽ കമാൻ, യേശുവിന്റെ നാമത്തിൽ. ഇത് പണ്ടത്തെ പത്രോസ്, അത് പണ്ടത്തെ ശിഷ്യൻ, ഇത് ഇപ്പോഴത്തെ ശിഷ്യൻ. നോക്ക്, അപ്പോസ്തല പ്രവൃത്തി അധ്യായമായി കൊയ്ത്തിന്റെ മെഷീനായി ദേശങ്ങളിൽ ഇറങ്ങി ലക്ഷങ്ങളെ ദൈവകൃപയിൽ അതേ ലക്ഷങ്ങളെ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഇന്നത്തെ ശിഷ്യന്മാർ. അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനെ തള്ളിയോ, അതേ സ്തോത്രം ദേവാലയത്തിൽ നിന്ന് തള്ളിയോ, ബറബാസിനെ അവർ കൊണ്ടു, എന്നെ തള്ളിയോ, യേശുവിനെ അതൊന്നും ബാധിച്ചതേയില്ല. പക്ഷേ യേശുവിനെ ബാധിച്ചത് ഒരു റിജക്ഷനാണ്. യേശുവിനെ ബാധിച്ചത് ഒരു തിരസ്കാരമാണ്. ബോസ് വന്നേ മക്കളെ, ഞാൻ നിർത്തി. സ്തോത്രം. അതെ, യേശുവിനെ ബാധിച്ചത്. ബോസ് വന്നേ. മറ്റേ രൂത്തിൻ്റെ ബോസ് അല്ല, നമ്മൾ കീബോർഡ് വായിക്കുന്ന നല്ലൊരു ബോസ് ഉണ്ട്. പുതിയ നിയമത്തിൽ ബോസ്, മറ്റേത് പഴയ നിയമത്തിൽ ബോസ്. സ്തോത്രം. ക്ലിൻ്റൺ, ഐ എം സോറി, ക്ലിൻ്റൺ. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേര് പറയേണ്ടെന്ന് ഞാൻ വിചാരിച്ചോ. ക്ലിൻ്റൺ. താങ്ക് യു. സ്തോത്രം. അതെ, ക്ലിൻ്റൺ. താങ്ക് യു. സ്തോത്രം. ഈ എർത്തിലി ഉള്ളത്തിലുള്ള ഒരു റിജക്ഷനും ഒരു തിരസ്കരണവും യേശുവിനെ ബാധിച്ചില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, ലോകത്തിലുള്ള ഏതവൻ നിന്നെ തള്ളിയാലും ഏതവൾ നിന്നെ തള്ളിയാലും ഇതിൻ്റെ പിടുത്തം കുറച്ചുകൂടെ അങ്ങ് കടുപ്പിച്ചങ്ങ് പിടിച്ചാൽ മതി. അതൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല.
അങ്ങനെ കുറച്ചുകൂടെ. പക്ഷെ നീ കളയല്ല, നിനക്ക് കളയാൻ വകുപ്പില്ല. പക്ഷെ നിന്നെ കളഞ്ഞാൽ കളയാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. നീ കളയല്ല. അടുത്തിരിക്കുന്നവരെ കണ്ണി നോക്കിയാട്ടെ, പറഞ്ഞാട്ടെ അത് പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് പറഞ്ഞേ, ക്രൈസ്റ്റ് സെൻ്റർ എല്ലാം പറ, അത് പ്രധാനപ്പെട്ട. നിനക്ക് കളയാൻ വകുപ്പില്ല. പക്ഷെ നിന്നെ കളഞ്ഞാലോ, നിന്നെ തള്ളുമ്പോൾ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. ഒരു കൊച്ചു ഇങ്ങനെ സ്റ്റെയർ കേസിലൂടെ കയറുക, കൈവരിയില്ലാത്ത സ്റ്റെയർ കേസിൽ കയറുക. ഒരു 8ാമത്തെ പടിയിൽ ആ കുഞ്ഞ് കയറി നിന്നിട്ട് എങ്ങനെയാണ് കുട്ടി പറഞ്ഞ, പാപ്പാ പിടിച്ചോ എന്ന് പറഞ്ഞ് 8ാമത്തെ ആ പടിയിൽ നിന്ന് നേരത്തെ പറയാതെ ആ കുഞ്ഞ് എടുത്ത് ചാടുമ്പോൾ അപ്പം മാറിയെന്നോ, എന്നോട് പറയാത്തന്നെ ഇത്രാം തീയതി ഇത്ര മണിക്ക് അപ്പോയിൻമെന്റ് എടുത്ത് നീ പറയാത്തന്നെ എന്ന് പറഞ്ഞ അപ്പൻ മാറി നിൽക്കോ? നോ, പാപ്പാ പിടിച്ചോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞു ചാടുമ്പോൾ വാരി പിടിച്ച് എടുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ലോകം തള്ളുന്നവരെ ഒരു കരം, ലോകം തള്ളിയവരെ ഒരു കരം, ഇന്ന് പകൽക്കാലം വാരി പുണരുകയാണ്. കാരണം കർത്താവ് പറയും, ഐ നോ യുവർ പെയിൻ, ഐ നോ യുവർ ടിയേഴ്സ്, ഐ നോ യുവർ ലോൺലിനെസ്, ഐ നോ യുവർ റിജക്ഷൻ. നിന്റെ തിരസ്കരണം എനിക്കറിയാം, നിന്റെ വേദന എനിക്കറിയാം, നിന്റെ ഒറ്റപ്പെടൽ എനിക്കറിയാം, നിന്റെ ഇരുട്ട് എനിക്കറിയാം. കാരണം ഞാൻ ഇരുട്ടത്ത് കിടന്നാണ് നിലവിളിച്ചത്. എൻ്റെ ദൈവമേ. ആ റിജക്ഷൻ മാത്രമേ, ആ തിരസ്കരണം മാത്രമേ യേശുവിനെ ബാധിച്ചുള്ളൂ. ഉയർത്തിലുള്ള ഒന്നും യേശുവിനെ ബാധിച്ചില്ല. സ്തോത്രം. എന്നാൽ ആ ഇരുട്ടത്ത് പിതാവായ ദൈവം മുഖം തിരിച്ചപ്പോൾ അതുവരെയും എൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് നടന്നവൻ 12ാം വയസ്സിലേ തുടങ്ങിയതാണ് എൻ്റെ പിതാവ്. 30ാം വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ ഒരു രാവിലെ വന്ന് ആർത്തിയോടെ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്തോത്രം. അതെ, എൻ്റെ പിതാവ്. അഭിമാനത്തോടെ പറഞ്ഞേ. പക്ഷേ സ്തോത്രം, 100% ജീവിക്കേണ്ടതുപോലെ ജീവിച്ചു, 100% ചെയ്യേണ്ടതുപോലെ ചെയ്തു. അവൻ പറഞ്ഞത് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. പിതാവായ ദൈവം പറഞ്ഞിടത്തേക്ക് മാത്രമേ പോയുള്ളൂ. പിതാവ് ദൈവം പറഞ്ഞവരെ മാത്രമേ തൊട്ടുള്ളൂ. പിതാവ് ദൈവം പറഞ്ഞവരെ മാത്രമേ സൗഖ്യമാക്കിയുള്ളൂ. പിതാവ് ദൈവം പറഞ്ഞതുപോലെ വിടുതൽ അയച്ചുള്ളൂ. ഈ ചെയ്യുന്നതൊന്നും എൻ്റെതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെത് അത്രേ. എനിക്കൊരു 10 മിനിറ്റ് കൂടെ തരുമെന്ന് പറയുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചേ. താങ്ക് യു. സ്തോത്രം. എസ് എന്ന് പേരുള്ള ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം പറയും, സ്തോത്രം, രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ 2 പേരോടെങ്കിലും സുവിശേഷം പറയും. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞതാ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹോട്ടൽ പുള്ളിയില്ല. ഡൈനിങ് ഹാളിൽ ഞങ്ങൾ 10-12 ദൈവദാസന്മാർ കാത്തിരിക്കുക. എന്നെ കാണുന്നില്ല. ഏറ്റവും സീനിയർ മോസ്റ്റ് പുള്ളിയാ. സ്തോത്രം. ആ ജനലിലൂടെ നോക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, സ്തോത്രം, അപ്പുറത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനോട് അതിൽ നിന്ന് സുവിശേഷം പറയുകയാണ്. അണ്ണേ നിങ്ങൾ വരല, എല്ലാവരും കാത്തിരിക്കാങ്ക, എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? എന്തിനാ സ്തോത്രം നിങ്ങൾ വന്ന് ഈ ഭക്ഷണം കഴിക്കാത്ത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, കർത്താവിൻ തന്ന ശബ്ദത്തിൽ 2 പേരെടുത്ത് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരം. അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? അയച്ചവൻ്റെ ഇഷ്ടം. സോ അതായിരുന്നു കമ്മിറ്റ്മെൻറ്റ്. യേശു കർത്താവ് അതുപോലെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എൻ്റെ ആഹാരം. പക്ഷേ സ്തോത്രം, അതെ, ആ അയച്ച പിതാവായ ദൈവം മുഖം തിരിച്ചപ്പോൾ അതുവരെയും പിതാവേ 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 എന്ന് വിളിച്ചവൻ അറിയാതെ വാവിട്ട് നിലവിളിച്ചു പോയി. മറ്റൊരു ഭാഷയിലാണ് പറഞ്ഞത്. അതുവരെ പറഞ്ഞ ഭാഷയിലല്ല. എലി എലി അർത്ഥം എലോഹീം, എലോഹീം അർത്ഥം സ്തോത്രം. ഉൽപ്പത്തി 1:1 ആദിയിൽ എലോഹീം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അർത്ഥം പിതാവ് ദൈവമേ, ഈ പരിപാടി മുഴുവൻ, ഈ സൃഷ്ടി മുഴുവൻ തുടങ്ങിയത് നമ്മളാണ്. ഈ പ്രോഗ്രാമിൽ നീ ഉണ്ട്, ഈ പരിപാടിയിൽ നീ ഉണ്ട്. പക്ഷെ നീ എന്നെ എന്തിനാണ് കൈവിട്ടത്? ഈ ഹാളിലായിരിക്കുന്ന ആരോ പറയുന്നു, പല പ്രോഗ്രാം മുന്നോട്ട് പോയപ്പോൾ എന്നെ ദൈവം കൈവിട്ടതുപോലെ എനിക്ക് തോന്നി. എന്നെ ദൈവം കൈവിട്ടതുപോലെ എനിക്ക് തോന്നി. പിതാവെ ദൈവം കൈവിട്ടതുപോലെ
യേശു കർത്താവിന് തോന്നി. ഈ വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞതാണ് എല്ലാം തീർന്നു. ഈ വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞതാണ് എല്ലാം കൈവിട്ടു, എല്ലാം തകിടം മറിഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലവും ഞാൻ പറയട്ടെ, എല്ലാം തീർന്നു, എന്നാൽ അവസാനിച്ചു എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽ പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ അവൻ്റെ കരത്തിൽ സുരക്ഷിതമായിരിക്കുന്നു. നിന്റെ സ്തോത്രം, അതെ, നിന്റെ റിമോട്ട് കൺട്രോൾ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷ. ആരൊക്കെ തുറച്ചു നോക്കിയാലും, ആരൊക്കെ ഗൂഢാലോചന നടത്തിയാലും, ആരൊക്കെ ചരട് വലിച്ചാലും, ഇൻ ജീസസ് നെയിം, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവാതി ദൈവം സിംഹാസനത്തിൽ നിനക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന. അവൻ തള്ളപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ തള്ളപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, അവൻ തള്ളപ്പെട്ടത്, അവൻ തിരസ്കരിക്കപ്പെട്ടത് നീ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അവൻ തള്ളപ്പെട്ടത് നീ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. യേശു കർത്താവ് ഇരുട്ട് തൽപ്പനേരം അവൻ തള്ളപ്പെട്ടത് നീ ദൈവത്തിൻ്റെ മകനായി മകളായി സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. എഴുന്നേറ്റെന്ന് പറഞ്ഞാട്ടെ, ഞാൻ സ്വീകരിക്കപ്പെടാനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ് യേശു കർത്താവ് തള്ളപ്പെട്ടത്. എഴുന്നേൽക്കുമ്പോൾ തന്നെ ചുറ്റും നിൽക്കുന്ന 5 പേരെ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞേ, 5 പേരെ നോക്കി പറ, അവരെ തോളത്ത് തട്ടി പറഞ്ഞേ, ജസ്റ്റ് ആസ് യു ആർ. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ആ തോളെ തട്ടി പറ. ഒരിക്കൽ കൂടെ. ശരിയല്ല. ആ കോപം നിനക്കുണ്ട്, ആ കോപത്തോടെ അവൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആ ബലഹീനതയോട് അവൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ച വന്ന് നീ ഭയങ്കര എവറസ്റ്റിലായിരിക്കും, തിങ്കളാഴ്ച നീ വളരെ ഡിപ്രസ്ഡായി താഴ്വരയിലായിരിക്കും. പക്ഷെ ആ വാട്ടലോടെ, ആ കോട്ടത്തോടെ ദൈവം നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. നീ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ദൈവം നിന്നെ സ്വീകരിച്ചത്. നീ പ്ലേ ചെയ്യുന്ന പലപ്പോഴും പെർഫെക്റ്റ് അല്ല മക്കളെ. പലപ്പോഴും ട്യൂണ് മാറുന്നു, പലപ്പോഴും ഋതം കൂടിപ്പോകുന്നു. ഇന്നത്തെ പോലെ വേറെ ആരും അറിയണ്ട, സ്തോത്രം. പക്ഷേ അതെ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. ജസ്റ്റ് ആസ് യു ആർ. ചുറ്റുമിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ആയിരിക്കുന്ന, അവരെ തോളത്തെ തൊട്ടി പറ, നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ സ്വീകരിക്കുന്നു. പറഞ്ഞേ, ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ സ്വീകരിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ ജസ്റ്റ് ആസ് യു ആർ. നീ ആയിരിക്കുന്ന അനുഭവം. നിൻ്റെ അപ്പനെ നിന്നെ ഇഷ്ടമല്ലായിരിക്കാം. അമ്മ പറയും നീ ആൾ ശരിയല്ല. നിൻ്റെ ഫ്രണ്ട്സ് പറയും നോ നിനക്ക് പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നിൻ്റെ അരികിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ് പറയുന്നു, നോ എനിക്കിത് തന്നെ കൂടുതലാണ്. നീ ഇത്രയും നിന്നല്ലോ, നീ ഇത്രയും വന്നല്ലോ. ഈ ഡിസംബർ 5-ാം തീയതി നീ എൻ്റെ സന്നിധിയിൽ എൻ്റെ തിരുമുഖം നോക്കി വന്നല്ലോ. സ്തോത്രം. തള്ളിയവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കും. തള്ളിയവരുടെ നടുവിൽ, തകർത്തവരുടെ നടുവിൽ ഞാൻ നിന്നെ ഉയർത്തും. തള്ളിയവരുടെ നടുവിൽ, തകർത്തവരുടെ നടുവിൽ ഞാൻ നിന്നെ ഉയർത്തും. ഞാൻ നിന്നെ മാനിക്കാം. വായ്, എന്താ കാര്യം? യെസ്, സ്തോത്രം. കാര്യം എന്താ കാര്യം എന്നറിയോ? യേശു കർത്താവിൻ്റെ ജീനിയോളജി ഞാൻ വായിച്ചു നോക്കി. യേശു കർത്താവിൻ്റെ വംശാവലി ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ വംശാവലി വായിച്ചു നോക്കുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ചായിരുന്നെങ്കിൽ രൂപേൻ്റെ കുടുംബത്തിലായിരുന്നു യേശു ജനിക്കേണ്ടത്. പക്ഷേ കർത്താവ് ജനിച്ചത് യഹൂദയുടെ കുടുംബത്തിലാണ്. റിയലി യഹൂദ ഗോത്രത്തിലാണ് യേശു ഉദിച്ചത്. ഏത് ഗോത്രത്തിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ? യഹൂദ ഗോത്രത്തിൽ. യഹൂദയുടെ അമ്മയുടെ പേരെന്നാ? യഹൂദയുടെ അമ്മയുടെ പേര് യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. സ്തോത്രം. യാക്കോബിൻ്റെ 2 ഭാര്യമാർ. മൂത്തയാളിൻ്റെ പേരെന്താ? ലേയ. രണ്ടാമത്തെ ആളിൻ്റെ പേര് റാഹേലായിരുന്നു. പഴയ നിയമത്തിൽ ഏറ്റവും വലിയ ഹീറോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബന്ധം. യാക്കോബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്തോത്രം ഭാര്യ റാഹേലായിരുന്നു. റേച്ചലായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു റേച്ചൽ. എന്നാൽ ഇഷ്ട ഭാര്യയിൽ ഉണ്ടായതല്ല യഹൂദ. ഇഷ്ടമില്ലാത്ത ഭാര്യയിൽ ചില പിള്ളേരുണ്ടായി. നിങ്ങൾ എന്നെ നോക്കി തുറച്ചു നോക്കല്ല, അങ്ങനെ തുറച്ചു നോക്കല്ല. ഭാര്യ ഇഷ്ടമില്ലെങ്കിലും പിള്ളേരുണ്ടാകും. സ്തോത്രം. അതെ, ഇഷ്ടമില്ലാത്ത ഭാര്യയിൽ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ ഉണ്ടായി. ആ അമ്മ ഒത്തിരി തിരസ്കരണം അനുഭവിച്ചവളാണ്. ഇഷ്ടമില്ലാത്ത ഭാര്യ. ആ അമ്മ വീട്ടിൽ ഒത്തിരി കരഞ്ഞവളാണ്. തമ്പുരാൻ അത് കണ്ടിട്ട് പറഞ്ഞാണ്, സാരമില്ല കുഞ്ഞേ, സാരമില്ല, എൻ്റെ പുത്രനെ ഞാൻ നിന്നിലൂടെ ഉദിപ്പിക്കാൻ വേണ്ടി പോകുന്നു. യഹൂദയിൽ കർത്താവ് ഉദിച്ചു. യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് അക്സെപ്റ്റൻസിൻ്റെ സ്റ്റെയർ കേസിലൂടെയല്ല,
റിജക്ഷൻ്റെ സ്റ്റെയർ കേസിലൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. തലമുറയായി 14 തലമുറകൾ. അബ്രഹാം വരെ 14, അബ്രഹാമിന് മുതൽ ദാവീദ് വരെ 14, ദാവീദിന് ശേഷം 14. എക്സാക്ട്ലി സ്തോത്രം. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ തലമുറകൾ 14 തലമുറകൾ. ഈ 14 എന്ന് പറയുമ്പോൾ കർത്താവ് കടന്നു വന്നതായ പല പടികൾ നോക്കുമ്പോൾ റിജക്ഷൻ്റെ, തിരസ്കരണത്തിൻ്റെ പടവുകളിലൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. മാത്രമല്ല ഈ വിശുദ്ധ പുസ്തകം ഇപ്രകാരം പറയുന്നു, ആരാണോ റിജക്റ്റ് ചെയ്യപ്പെട്ടത് അവരാണ് സ്തോത്രം അതെ മാനിക്കപ്പെട്ടത്. ഞാൻ ഈ ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഓൾ റിജക്ഷൻ ആർ പ്രൊജക്ഷൻ ആൻഡ് പ്രൊമോഷൻ. എവറി റിജക്ഷൻ ഈസ് പ്രൊജക്ഷൻ ആൻഡ് പ്രൊമോഷൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഓരോ തിരസ്കരങ്ങളും ഉയർച്ചയാണ്, ഉന്നമനമാണ്. ഓരോ ഉയർച്ചയും, ഓരോ അതേ തിരസ്കരണവും ഉയർച്ചയാണ്, ഉന്നമനമാണ്. കമാൺ, ഹല്ലേലൂയ. ഓരോ അതേ തിരസ്കരണവും ഉയർച്ചയാണ്, ഉന്നമനമാണ്. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചാട്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. കമാൺ, എല്ലാവരും ചേർന്ന്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. ഉയർച്ചയാണ്, ഉന്നമനമാണ്. നോക്കിയേ 2 മിനിറ്റ് സ്തോത്രം. കാരണം എൻ്റെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആരെയാണ് ത്യജിച്ചത്? മനുഷ്യൻ അവരെ ത്യജിച്ചപ്പോൾ ദൈവം അവരെ മാനിച്ചു. മനുഷ്യൻ അവരെ ത്യജിച്ചപ്പോൾ ദൈവം അവരെ മാനിച്ചു. ഒരിക്കൽ കൂടെ, മനുഷ്യൻ അവരെ ത്യജിച്ചപ്പോൾ ദൈവം അവരെ മാനിച്ചു. ലേവിയെ അപ്പൻ ശപിച്ച് ത്യജിക്കുകയുണ്ടായി. യാക്കോബ് ലേവിയെ ശപിച്ചു. എന്താ റിസൾട്ട് ഉണ്ടായത്? യാക്കോബിന്റെ ഗ്രഹത്തിൽ വെച്ച് ഏത് ലേവിയാണോ അപ്പൻ റിജക്റ്റ് ചെയ്തത്, ശാപവാക്ക് പറഞ്ഞത്, ലേവിയുടെ ഉഗ്ര കോപം ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞത്, ആ കുടുംബത്തിൽ ആദ്യത്തെ അഭിഷേക തൈലം ലേവിയുടെ തലമേലാണ് വീണത്. ആ വീട്ടിലെ ആദ്യത്തെ അഭിഷിക്തൻ അവനായി. എത്ര പേർ വിശ്വസിക്കുന്നു? ആ വീട്ടിലെ ആദ്യത്തത്. ബാക്കി ഡാഷ് ആണ്. വീട്ടിൽ പോയി ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യും. ആ കുടുംബത്തിലെ ഡാഷ്, ആ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടർ ആയിരിക്കാം, ആദ്യത്തെ സയന്റിസ്റ്റ് ആയിരിക്കാം, ആദ്യത്തെ സക്സസ്ഫുൾ ബിസിനസ് ആയിരിക്കാം, ആദ്യത്തെ സക്സസ്ഫുൾ പ്രീച്ചർ ആയിരിക്കാം, ആദ്യത്തെ സക്സസ്ഫുൾ PhD കാരിയായിരിക്കാം. ഐ ഡോണ്ട് നോ, ഇൻ ജീസസ് നെയിം. ആദ്യത്തത്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ആദ്യത്തത്. ഇന്ന് രാത്രി, ഇന്ന് പകൽ ആ ലിസ്റ്റിൽ നിന്റെ പേരിനെ കർത്താവ് എഴുതുകയാണ്. ആദ്യത്തത്. നിന്നിലൂടെ ഒരു ആരംഭം ദൈവം കുറിക്കുകയാണ്. നിന്നിലൂടെ ഒരു ആരംഭം. നീ അവസാനമല്ല, നിന്നിലൂടെ കർത്താവ് ഒരു ആരംഭം കുറിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതെ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷേ സ്വർഗം പറഞ്ഞു, നോ പ്രോബ്ലം, നിന്നെ ഞാൻ രാജാവാക്കും, നിന്നെ ഇസ്രായേലിൻ്റെ മധുര ഗായകനാക്കും, നിന്നെ ഞാൻ പ്രവാചകനാക്കും, നീ പുരോഹിത ശുശ്രൂഷ ചെയ്യാം, നീ എനിക്ക് വേണ്ടി കൂടാരം പണിയാം, നീ എനിക്ക് വേണ്ടി സങ്കീർത്തനങ്ങൾ എഴുതും, നീ എനിക്ക് വേണ്ടി മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടുപിടിക്കുക. എത്ര ടൈറ്റിൽ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചോ പല ടൈറ്റിൽ നിന്നിലൂടെ ദൈവം പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. ഓ ഹല്ലേലൂയ. പല ടൈറ്റിൽ നിന്നിലൂടെ ദൈവം പുറത്തെടുക്കാൻ പോകുന്നു. പല തലക്കെട്ടുകൾ നിനക്ക് വേണ്ടി, പല തലക്കെട്ടുകൾ നീ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. എത്ര പേർക്ക് ഇത് ഞാൻ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നീ ഒരു ടൈറ്റിൽ മേക്കറാക്കി തിരുവനന്തപുരം പട്ടണത്തിലൊരു ടൈറ്റിൽ നിനക്ക് വേണ്ടി ഞാൻ എടുത്തോളാം. കമാൻ. തിരുവനന്തപുരം പട്ടണത്തിൽ പുതിയൊരു തലക്കെട്ട്, പുതിയൊരു തലക്കെട്ട്. ബ്രേക്കിംഗ് ന്യൂസ്. നിന്റെ പേരിൽ ബ്രേക്കിംഗ് ന്യൂസ്, നിന്റെ പേരിൽ പുതിയൊരു തലക്കെട്ട്, പുതിയൊരു ചരിത്രം കർത്താവ് മെനയുവാൻ പോകുന്നു. കരങ്ങളെ അടിക്കുന്നവർ നന്നായി കരങ്ങളെ അടിച്ചേ. യവൻ ശരിയാകത്തില്ല, വേറെ ആര് ശരിയാലും യവൻ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അമ്മ അവനെ തള്ളി. അവൻ്റെ പേരാണ് യബേസ്. അമ്മ യബേസിനെ തള്ളി. കർത്താവ് പറഞ്ഞു, സാരമില്ലടാ, അമ്മ തള്ളി, പക്ഷെ ഞാൻ നിന്നെ താങ്ങി. അമ്മ തള്ളി, ഞാൻ നിന്നെ താങ്ങി.
ഞാൻ നിന്നെ താങ്ങി സഹോദരന്മാരെ പോലെ ആക്കിയെങ്കിൽ അത് നാച്ചുറലായി. എന്നാൽ സഹോദരന്മാരെ പോലെയല്ല ഞാൻ ആക്കുന്നത്. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാകട്ടെ. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാകട്ടെ. ഏറ്റവും മാന്യൻ, ഏറ്റവും മാന്യൻ. ആരൊക്കെ എന്നെ നോക്കുന്നുണ്ട്? കമാൻ, ഏറ്റവും മാന്യൻ. നോക്കി എന്നെ നോക്കി. എന്നിട്ട് അവിടെ ഒരു പട്ടണം ഉണ്ടായി. ആ പട്ടണം യവൻ്റെ പേരിൽ അറിയപ്പെട്ടു. എബേസ് എന്ന പട്ടണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവസാനമായി പറഞ്ഞു നിർത്തട്ടെ, ഈ പട്ടണം നിന്റെ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. ഏതോ തല തകർന്ന പാമ്പിന്റെ പേരിലല്ല ഈ പട്ടണം അറിയപ്പെടുന്നത്. അവന്റെ തലയെ തകർത്ത യഹൂദ ഗോത്രത്തിലെ സിംഹം പറയുന്നു, നിന്റെ പേരിലായിരിക്കും ഈ പട്ടണം ലോകത്തിൽ അറിയപ്പെടുവാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. അവർ നിന്നെ തള്ളി, കർത്താവ് നിന്നെ താങ്ങിയാണ്. ദാവീദിന്റെ ദൈവം ഇന്ന് പകൽ ഇവിടെയുണ്ട്. ലേയുടെ ദൈവം റോബൈ റോയായി ഇന്ന് പകൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ലേയുടെ ദൈവം റോബൈ റോയായി. റിജക്ഷൻ, തിരസ്കരണം ഇന്ന് പകൽ നിന്റെ അടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. എബേസിന്റെ ദൈവം നിന്നെ തൊടുന്നു. യെസ് യെസ് യെസ്. നിന്റെ റിജക്ഷൻ അത് പ്രൊജക്ഷൻ ആകുന്നു. പിന്നത്തേതിൽ അത് പ്രൊമോഷനായി വെളിപ്പെടുന്നു. നിന്റെ റിജക്ഷൻ അത് ഉന്നമനമായി ഉയർച്ചയായി തിരികെയാണ്. അവർ തള്ളാതിരുന്നെങ്കിൽ നിനക്ക് ഉയരാൻ കഴിയത്തില്ല. അവർ തള്ളിയത് കൊണ്ടാണ് ഈ ലെവലിലേക്ക് നീ ഉയർന്നു വന്നത്. അവർ തള്ളാതിരുന്നെങ്കിൽ നിനക്ക് ഈ ലെവലിലേക്ക് പൊങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അവർ തള്ളിയത് കൊണ്ടാണ് നിനക്ക് ഈ ലെവലിലേക്ക് ഉയരുവാൻ കഴിഞ്ഞത്. അവർ തള്ളാതിരുന്നെങ്കിൽ നിനക്ക് ഉയരുവാൻ കഴിയത്തില്ലായിരുന്നു. അവൻ തള്ളിയത് കൊണ്ടാണ് ഈ ഉയരത്തിലേക്ക് നിനക്ക് കയറി വരുവാൻ തൊക്കെ കഴിയുന്നത്. ലോർഡ്സ് എന്ത് കമാണ്. എല്ലാ കണ്ണുകൾ അടച്ച് കർത്താവിനായി നന്ദി പറഞ്ഞാട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, താങ്ക് യു ജീസസ്. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, എല്ലാ ബഹുമാനം അങ്ങയ്ക്ക്, എല്ലാ സ്തുതിയും അങ്ങയ്ക്ക്. ലോർഡ്സ്, യു ആർ ഗോയിങ് ടു സിംഗ് എ സോങ്. ഒരു പ്രവചന ഗീതം പോലെ തള്ളാത്ത കർത്താവ്, എന്നെന്നും താങ്ങുന്നവനായ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തുടർന്ന് രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഞാൻ നിന്നെ തള്ളിക്കളയുകയുമില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. അങ്ങക്കെല്ലാം കഴിയും കർത്താവേ, അങ്ങക്കെല്ലാം കഴിയും. പക്ഷേ അങ്ങക്ക് എന്നെ തള്ളാൻ മാത്രവും കഴിയത്തില്ല. തലയ്ക്ക് മുകളിൽ രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങക്ക് എന്നെ തള്ളാൻ മാത്രം കഴിയത്തില്ല. Thank you, Jesus. We praise your holy name. We praise your holy name. Sing. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റു തരുന്നിതാ. എന്റെ സ്നേഹം
രണ്ട് കരങ്ങൾ ഉയർത്തി എന്റെ സ്നേഹം എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ എന്നെ മുറ്റും തരും